അല്ലാഹു സുബ്ഹാനഹു വ തആല പരലോകത്തെ ആശ്രയിച്ച് ജീവിക്കുന്ന മുത്തഖീങ്ങളിൽ അല്ലാഹു ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ്, സദസ്സ് സജീവമായി. സമർക്കന്ദിലെ ചരിത്രം വീണ്ടും ബംഗളൂരുവിലേക്ക് ആവർത്തിക്കപ്പെടുകയാണ്. നാളെ സമർക്കന്ദിൽ വീര്യതിഹാസം വരച്ച SKSSFന്റെ ചെറുപ്പക്കാർ തൃശ്ശൂർ നഗരി ഇങ്ങനെ ഒന്ന് കണ്ടിട്ടില്ലെന്നാണ് പിന്നീട് പറഞ്ഞത്. കേരളം കണ്ടിട്ടില്ല ഒരു യുവജന പ്രസ്ഥാനത്തിന് ഇത്രയും അച്ചടക്കത്തോടെ, ഇത്രയും ഡിസിപ്ലിനോടെ ഒരു സമ്മേളനം നടത്താൻ കേരളത്തിൽ ഒരു വിദ്യാർത്ഥി പ്രസ്ഥാനത്തിന് കഴിഞ്ഞിട്ടില്ല. SKSSFനല്ല. പത്രങ്ങൾ മുഴുവനും വാനോളം പോയിട്ട് അത്രയ്ക്ക് അച്ചടക്കമായിരുന്നു. അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നാളെ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം സഹോദരങ്ങളെ പോകും മലക്കുകൾ വന്നിട്ട് പറയും, ഉദ്ഖുലുൽ ജന്ന, കണ്ടോ സ്വർഗം കണ്ടോ, നിങ്ങൾ പേടിക്കണ്ട. നേരെ പരിശുദ്ധമായ ഖബറിലേക്ക്. യഥാർത്ഥത്തിൽ മരണമാണ് നല്ലത്, മരിച്ചു കഴിഞ്ഞാലാണ് നല്ല സുഖകരമായ ജീവിതമുള്ളത്. സമ്മേളനത്തിന്റെ സുന്നത്തായ ഭാഗവതി വളരെ പ്രധാനപ്പെട്ട ഒരു ഹദീസ് നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഇങ്ങോട്ട് നോക്ക്. എന്നിട്ട് ഇൻഷാ അല്ലാഹ് അവസാനം പരലോകം നിങ്ങൾ ഇരുന്നാ പറയുന്നത് നമുക്ക് പിരിയാം. വളരെ പ്രധാനപ്പെട്ട ഒരു മിനിറ്റ് ഞാൻ പറയാം. വളരെ പ്രധാനം. യഥാർത്ഥത്തിൽ മരിക്കുന്നതാണ് നല്ലത്. മരിക്കുന്നതാണ്, മരണശേഷമാണ് ഏറ്റവും നല്ല ജീവിതമുള്ളത്. ഇവിടുത്തെ ജീവിതം ടെൻഷൻ പിടിച്ച ജീവിതം, ഓട്ടവും പാച്ചിലും, ഒരു സുഖവും ഇല്ല. ഇന്ന് സുഖമാണേ നാളെ ദുഃഖം, ഇന്ന് ദുഃഖമാണേ നാളെ സുഖം. ഇനി ഞാൻ ഖബറിലെ പ്രധാനപ്പെട്ട ചില ഭാഗങ്ങൾ പറഞ്ഞുതരാം. അതാണല്ലോ ഞെട്ടിപ്പിക്കുന്ന ഏറ്റവും വലിയ കാര്യം. ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇതിനൊക്കെ ആദ്യം എന്ത് വേണോന്നറിയോ? മനസ്സിന്റെ ഉള്ളിൽ ഈ ഹുബ്ബങ്ങട് വിടണം. മനുഷ്യനെ ഏറ്റവും സ്നേഹം എന്തിനോടാ? ഖബറിനെ സ്നേഹിക്കണം. നമുക്ക് ഏറ്റവും കൂടുതൽ സ്നേഹം എന്തിനോടാ? ഭാര്യയോടാ? അല്ലല്ലോ, പിന്നെ പണം, അല്ലേ? പണം വേണ്ടെന്ന് പറയുന്ന ആരാവും? ഏറ്റവും വലിയ സ്നേഹം പണത്തിനോടാ. അതുകൊണ്ടാണ് ഹൃദയത്തിന്റെ ഭാഗത്ത് തന്നെ പോക്കറ്റ് വന്നത്. ശരീരത്തിന്റെ മധ്യഭാഗത്തായി വലതുഭാഗത്ത് ഇടത്തോട്ട് ചെരിഞ്ഞിരിക്കുന്ന 450 ഗ്രാം തൂക്കമുള്ള ഒരു മുഷ്ടിയുടെ വലിപ്പമുള്ള ഒരു അവയവമാണ് ഹൃദയം. കാരണം ഇവിടെ ഡോക്ടർമാരൊക്കെ അമീർ അലി പോയ ഞാൻ IMAയുടെ ഒരു വേദിയിൽ സംസാരിച്ചു, ഖുർആനും വൈദ്യശാസ്ത്രവും. കഴിഞ്ഞ ഇവിടുത്തെ ഡോക്ടർ സുനിൽ എന്നോട് ചോദിച്ചു, ഇത് എങ്ങനെയാ പഠിച്ചത്? ഞാൻ ഇത് ഖുർആനിൽ കണ്ടുപഠിച്ചതാണ്. അവർക്കറിയില്ല കറക്റ്റ് എവിടെയാണ്. വലതുഭാഗത്തായി ഇടത്തോട്ട് തിരിഞ്ഞിരിക്കുന്ന 450 ഗ്രാം തൂക്കമുള്ള ഒരു മുഷ്ടിയുടെ വലിപ്പമുള്ള അവയാണ് ഹൃദയം. അപ്പൊ ഇടതു ഭാഗത്താണ് ഹൃദയം ഇരിക്കുന്നത്. അതുകൊണ്ടാണ് ഈ പോക്കറ്റ് ഇവിടെ തന്നെ വന്നത്. ഹൃദയത്തിൽ ഏറ്റവും ഇഷ്ടമുള്ള സാധനം അവിടെ തന്നെ അങ്ങോട്ട് തന്നെ വെച്ചേക്ക്. നമ്മൾ ഇത് വിടാൻ തയ്യാറല്ല. അതുകൊണ്ടാണ് ഏറ്റവും വലിയ അസമാധാനം. പക്ഷെ അതൊക്കെ വിട്ടിട്ട് നിങ്ങൾ ഖബറിനെ കുറിച്ചൊന്ന് ചിന്തിച്ചു നോക്കി. അള്ളാഹു നമുക്ക് ചിന്ത നൽകി അനുഗ്രഹിക്കട്ടെ. ഒരാൾ ഖബറിലേക്ക് പോയാൽ അള്ളാഹുവിന്റെ ഖുർആൻ പറഞ്ഞു, അന്ന സഅത ആതിയത്തുൽ ലാ റൈബ ഫീഹാ വഅന്ന അല്ലാഹ യബഅസു മൻ ഫിൽ ഖുബൂർ. നാളെ നിങ്ങളുടെ പരലോകത്തിന്റെ പ്രഥമഭാഗം ഖബറിൽ നിന്ന ആ ഖബറിലേക്ക് ഒരാളെ കൊണ്ടുപോയി വെച്ചു കഴിഞ്ഞാൽ മഹാന്മാര് പറഞ്ഞതുപോലെ ഖബറിന്റെ ആഴം സ്നേഹിതാ നീ നോക്കൂ, അതിൽ നിന്ന് മെല്ലെ ഇറക്കലും ഒന്നോർക്ക്. മഹാന്മാര് പറയാ, നാളെ കിടക്കുന്ന 6 അടി മണ്ണിനെ കുറിച്ച് ഓർക്കൂ. 6 അടി മണ്ണിലേക്ക് നിന്റെ മയ്യത്തിറക്കി വെക്കുമ്പോ എല്ലാവരും 6 അടി മണ്ണിലേക്ക് ഇറക്കപ്പെടുകയാ. പിടിമണ്ണ് വാരിയിട്ട് മിൻഹാ ഖലഖനാകും വഫീഹാ നുഈദുകും വമിൻഹാ നുഖ്രിജുകും
താരതൻ ഉഖറാ. 6 അടി മണ്ണിലേക്ക് കൊണ്ടുപോയി വെച്ചിട്ട് എല്ലാവരും പിരിഞ്ഞു പോകുമ്പോ നിന്റെ ഭാര്യ നിന്നെ ഓത്ത് പൊട്ടിക്കരഞ്ഞ് നിന്റെ വീട്ടിലാ, നിന്റെ മക്കള് നിന്നെ ഓത്ത് പൊട്ടിക്കരയുകയാ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, 6 അടി മണ്ണിലേക്ക് നിങ്ങൾ ഇറങ്ങിക്കിടക്കുകയാ. ഞാനൊരു കാര്യം നിങ്ങളോട് ചോദിക്കട്ടെ, നമ്മളെ കുറിച്ച് ആർക്കും അറിയില്ലല്ലോ. കഴിഞ്ഞ 2 മാസക്കാലം എന്റെ പ്രിയപ്പെട്ട സുഹൃത്തിന് ആശ്രയിച്ചു കൂടത്തായി ഈ പരിപാടിയെ കുറിച്ചറിയാ. പലപ്പോഴും ഞാൻ ഫോൺ ചെയ്യും, അദ്ദേഹത്തോട് ചോദിക്കും. അപ്പോഴൊക്കെ അദ്ദേഹം ചോദിക്കും, എങ്ങനെയുണ്ട്, സുഖമുണ്ടോ? ധാരാളം ആളുകളെ ശബ്ദം നഷ്ടപ്പെട്ടു പോയപ്പോ സുഖമുണ്ടോ എന്നറിയാൻ വിളിച്ചു. ആ വിളിച്ചതൊക്കെ എന്റെ മൊബൈൽ ഓഫാണ്. കഴിഞ്ഞ 10 വർഷക്കാലമായി എന്റെ ഇടത്തും വലത്തും എന്റെ ഡ്രൈവർമാരായി നടക്കുന്ന എന്റെ പ്രിയപ്പെട്ട 2 സുഹൃത്തുക്കളുണ്ട്. അബൂ മനസ്സുമുണ്ടവരെയാണ് വിളിക്കുക. ഏത് സമയത്തും എന്നെ വിളിച്ചിട്ട് കിട്ടിയില്ലെങ്കിൽ എന്റെ വിശേഷങ്ങൾ അറിയാൻ ഒരു ഉദാഹരണം പറയാനാ നിങ്ങൾ വിളിക്കുന്നതാ കുട്ടികളെയാ. ആ സമയത്തെങ്ങാനും വിളിച്ചിട്ട് നിങ്ങൾ വാക്കവിക്ക് സുഖം കുറവുണ്ടോ? ഉണ്ട്, കുറവുണ്ട്, ഡോക്ടറെ കാണാൻ പോയിരിക്കുകയാ. വാക്കവി എവിടെയാ? ഹോസ്പിറ്റലിൽ പോയിരിക്കുകയാ. വാക്കവി എവിടെയാ? വീട്ടിൽ കിടക്കുകയാ. ഏത് സമയത്തും ഞാൻ എവിടെയാണ് എങ്ങനെയാണെന്നറിയാൻ എന്റെ ഡ്രൈവർമാരുടെ ഫോൺ നമ്പറിൽ വിളിച്ചാ മതി. പക്ഷേ എന്റെ പ്രിയപ്പെട്ട ബാംഗ്ലൂരിലെ ചെറുപ്പക്കാരാ, ഞാൻ ഈ കഴിഞ്ഞ 2 മാസക്കാലമായി ഒരർത്ഥത്തിൽ ആ വിശ്രമം എനിക്കൊരു അനുഗ്രഹമാ. 2 മാസക്കാലമായി കഴിഞ്ഞ 5-6 വർഷത്തിന്റെ ഇടയിൽ തുടർച്ചയായി 2 മാസക്കാലം എന്റെ ഭാര്യയും എന്റെ മക്കളുടെയും കൂടെ, മക്കൾക്ക് വെക്കേഷനാണ്, സന്തോഷമായിട്ട് ചെലവഴിച്ചു. അവസാനം അല്ലാഹുവിന്റെ തൗഫീഖോടെ ഞാനും എന്റെ ഭാര്യയും എന്റെ മക്കളും എന്റെ മാതാപിതാക്കളുമായി പരിശുദ്ധ ഉംറക്ക് പോകാൻ ഒരു അവസരം ലഭിച്ച് തിരിച്ചു വന്നു. ഇന്നലെ അവിടെ നിന്ന് രാവിലെ ഫ്ലൈറ്റിൽ കയറാൻ വരുമ്പോ മക്കൾക്ക് വല്ലാത്ത വിങ്ങിപ്പെട്ടല. യാത്രയെക്കാലത്ത് മക്കളെ കെട്ടിപ്പിടിച്ച് കരഞ്ഞു. കാരണമെന്താ? 2 മാസക്കാലം കൂടെ ഉണ്ടായി. ഭാര്യയും കരയുന്നുണ്ട്. 8 ദിവസത്തേക്ക് മാറുമ്പം വല്ലാത്ത അവസ്ഥയാ. ഫ്ലൈറ്റ് വന്ന് ബംഗളൂരിൽ ഇറങ്ങുമ്പോഴേ ഫോൺ ബെല്ലടിച്ചു. നോക്കിയപ്പം മോനാണ്, വാപ്പ എപ്പോഴാ വരിക? ഇതൊക്കെ നിങ്ങളുടെ മക്കളെ ഒന്ന് ചിന്തിച്ചു നോക്ക്. അവരൊക്കെ നാളെ വിളിച്ചു ചോദിക്കുന്നതല്ലേ. ഇൻഷാ അല്ലാഹ് നാളെ 1:30ക്കുള്ള ഫ്ലൈറ്റിൽ കോഴിക്കോട് ഇറങ്ങി അവിടെ നിന്നൊരു പരിപാടി കഴിഞ്ഞ് വീട്ടിലെത്തുമെന്ന് ഉറപ്പ് പറഞ്ഞിട്ടാ ഞാനിവിടെ നിൽക്കുക. പക്ഷേ നിങ്ങളറിയോ, നാളെ എങ്ങാനും മുഹമ്മദ് കബീർ ബാക്കവി വീട്ടിലെത്തിയില്ലെങ്കിൽ അവന്റെ 3 വെള്ളത്തുണിയിൽ പൊതിഞ്ഞ മയ്യത്താണ് വീട്ടിലെത്തുന്നതെങ്കിൽ നിങ്ങളാരും മുഹമ്മദ് കബീർ മരിച്ചു തരുന്നില്ല. SYSന്റെ ദേശീയ സമ്മേളനം കഴിഞ്ഞ് മഹാനായ തങ്ങളുടെ ദുആയും കഴിഞ്ഞ് പങ്കെടുത്തിട്ട് പിരിയുമ്പോ അറിയാ, നിങ്ങളാരെങ്കിലും എന്റെ ഡ്രൈവറുടെ ഫോണിലേക്ക് വിളിച്ചാൽ ആ സമയത്ത് അഹ്മദ് കബീറിന്റെ മയ്യത്തടക്ക് കിടന്നിട്ടുണ്ടാവും. എന്റെ ശരീരത്തിലേക്ക് എന്റെ മക്കൾ പിടിമണ്ണ് വാരിയിട്ടിട്ടുണ്ടാവും. എന്റെ മുകളിലേക്ക് മിൻഹാ ഖലഖനാകും വഫീഹാ നുഈദുകും വമിൻഹാ നുഖ്രിജുകും താറതൻ ഉഖറാ എന്ന് പറഞ്ഞ് പിടിമണ്ണ് വാരിയിട്ടിട്ടുണ്ടാവും. എന്താ ഉറപ്പില്ല. ഇന്ന് രാവിലെ വരാനിറങ്ങുമ്പോ എയർപോർട്ടിലേക്ക് പോകാൻ എന്റെ ഡ്രൈവറിനെ വിളിച്ച് കിട്ടുന്നില്ല. ഉടനെ അവന്റെ ഫോൺ തിരിച്ചു വന്നു, സാറേ ഞാൻ ഹോസ്പിറ്റലിൽ മോർച്ചറിയിൽ നിൽക്കുകയാ. എന്താ മോനെ, കഴിഞ്ഞ മാസം ഉസ്താദിന് സുഖമില്ലാത്തപ്പോ കാണാമെന്ന കുളത്തൂപ്പുറയിലുള്ള സഹോദരനും കൂട്ടുകാരും എയർപോർട്ടിൽ പോയിട്ട് തിരിച്ചു വരവേ ഉറക്കത്തിന് നിയന്ത്രണം വിട്ട് കാറ് പോയി മരത്തിലിടിച്ച് ആ ചെറുപ്പക്കാരൻ തൽക്ഷണം മരിച്ചുപോയി. കഴിഞ്ഞ മാസം എന്നെ കാണാൻ എന്റെ വീട്ടുമുറ്റത്ത് വന്നവരാ. ഉസ്താദിന് സുഖം വരട്ടെ എന്ന് ദുആ ചെയ്തവരാ. ഇന്ന് കുട്ടിയുടെ മയ്യത്ത് കുളത്തൂപ്പുഴ പള്ളിയുടെ ഖബർസ്ഥാനിൽ ഇറക്കപ്പെട്ട് കഴിഞ്ഞു. അല്ലാഹുവിന്റെ ഖബറിടം വിശാലമാക്കട്ടെ, ഖബറിടം വിശാലമാക്കി കൊടുക്കട്ടെ. ആരാണെന്ന് ആർക്കറിയാ സഹോദരങ്ങളെ? അഹ്മദ് കബീറിന്റെ മയ്യത്ത് ഖബറിലേക്ക് ഇറക്കപ്പെട്ടിട്ട് നിങ്ങളെങ്ങാനും അവരുടെ ഫോണിലേക്ക് വിളിച്ചിട്ട് ബാക്കവി ഉസ്താദ് എന്തേന്ന് ചോദിച്ചാൽ ആ സമയത്തിന്റെ കുട്ടികൾക്ക് മറുപടി പറയാൻ കഴിയില്ലല്ലോ. ഏടവസ്ഥയിൽ ഞാനും അവരും തമ്മിൽ ഒരു ചാൺ മണ്ണിന്റെ അകലമല്ലാതെ മറ്റൊന്നില്ല. അവരെ നിൽക്കുന്ന ഖബർസ്ഥാനിൽ ഒരു ചാൺ മൺകൂനയ്ക്ക് താഴെ ഞാൻ മറന്നു കിടക്കുന്നുണ്ട്. പക്ഷേ എന്റെ അവസ്ഥ അറിയാൻ കഴിയില്ലല്ലോ. ഫോൺ കമ്പിലെറ്റർ മുഴുവനും നിലച്ചില്ലേ, അവർക്കുള്ള ഹാലറിയാത്തതത്ഭുതമല്ലേ. ഫോൺ കമ്പിലെറ്റർ മുഴുവനും നിലച്ചില്ലേ,
ജീവിച്ചില്ലേ, അവർക്കുള്ള ഹാലറിയാത്തതത്ഭുതമല്ലേ. ഒരു പിടി മാത്രം മണ്ണിന്റെ താഴെ കിടക്കുമ്പോ അറിയാൻ കഴിയാത്ത പുഴുക്കൾ വന്ന് ശരീരത്തിൽ അരിച്ചു കയറുമ്പോ, മണ്ണ് വന്നിട്ട് ശരീരത്തെ കാന്നു തിന്നുമ്പോ, ശരീരത്തിലേക്ക് പുഴുക്കൾ വരുമ്പോ, ചിതലും പുഴുക്കളും താവളം പെരുത്തുണ്ടത് സന്തോഷമാണവകൾക്കു നീ ചെല്ലുന്നത്. പൊൻവർണ്ണ കോമള മൃദുലമായ ശരീരമേ സമരത്തിലാണ് പരസ്പരം തിന്നുന്നത്. നാളം മണ്ണിന്റെ അടിയിൽ കമന്ന് കിടക്കേണ്ട, പുഴുക്കൾ കൊത്തിപ്പറിക്കേണ്ട മാംസമാണ് എന്റെ മാംസമെന്ന് തിരിച്ചറിവില്ലാത്തവന് എന്ത് വ്യഭിചാരമാണുള്ളത്, എന്ത് കള്ളുകുടിയാണുള്ളത്, ഏതാഭാസമാണ് വകതിരിവില്ലാത്തത്. അതുകൊണ്ട് എന്റെ കരളിന്റെ കസലമായ ഇവിടെ ഒന്ന് നിശാനിസ്കാരത്തിന് ഇറങ്ങിയപ്പോ പറഞ്ഞു വന്ന ബംഗളൂരുവില് സമയം വരെ ജോലി ചെയ്തിട്ട് തിരിച്ചു വന്ന എന്റെ പ്രിയപ്പെട്ട സഹോദര സഹോദരി, 6 അടി മണ്ണിലേക്ക് വെച്ചിട്ട് ഇന്നെന്റെ ഭാര്യ എന്റെ കൂടെ ഇല്ലല്ലോ, എന്നെ കെട്ടിപ്പിടിച്ചിട്ട് എന്റെ കവളത്ത് മുത്തം തന്നെ എയർപോർട്ടിലേക്ക് എന്റെ യാത്രയെത്തേണ്ട പൊന്നുമക്കൾ എന്റെ ചാരത്തില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് കബറിൽ കിടക്കേണ്ട അവസ്ഥ, കബറിൽ കിടക്കേണ്ട അവസ്ഥ. പക്ഷേ ഞാൻ തിരുത്തി പറയുകയാ, ഏറ്റവും വലിയ സുഖം കബറിന്റെ ഉള്ളിലാ, ഏറ്റവും വലിയ ആസ്വാദനം കബറിന്റെ ഉള്ളിലാ. ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ, ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയാ, ആരെങ്കിലും കബറിന്റെ ഉള്ളിലേക്ക് ചെന്നാൽ അല്ലാഹു നമ്മുടെ കബർ നന്നാക്കി തരട്ടെ, അല്ലാഹു നമ്മുടെ കബർ നന്നാക്കി തരട്ടെ. പൊന്നുമോനെ, ആരുമില്ലാത്ത കബറിൽ നമുക്ക് കിടക്കണ്ട മോനെ. ഉംറക്ക് പോയിട്ട് ജന്നത്തുൽ ബഖീ സിയാറത്ത് ചെയ്യാൻ പോയപ്പോ, ജന്നത്തുൽ മുഅല്ല സിയാറത്ത് ചെയ്യാൻ പോയപ്പോ ഹബീബായ മുത്തിന്റെ പ്രിയപ്പെട്ട സഹധർമ്മിണി ബഹുമാനപ്പെട്ട ഖദീജത്തുൽ കുബ്ര മഹദിയവരുടെ കബർ സിയാറത്ത് ചെയ്തു. ആ സമയത്തിന്റെ വലതു ഭാഗത്ത് ഒരു കബറിലേക്ക് കണ്ണുമാറി ചെന്നു. അതാരുടെ കബറാണെന്നറിയോ? മക്കയിലെ പ്രിയപ്പെട്ട ആ ഖബർസ്ഥാനിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കബറാരുടേടാ? അത് സമസ്തയുടെ നേതാവിന്റെടാ. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ കാസർഗോഡ് മുതൽ തൃശൂർ വരെ തന്റെ തലയിൽ കെട്ടിയ തലപ്പാവട് ചുണ്ട്, പള്ളിക്കോരായിൽ വിരിച്ചുണ്ട്. സമസ്ത കേരള ഇസ്ലാമത വിദ്യാഭ്യാസ ബോർഡിന് പൈസ വിരിച്ച ബഹുമാനപ്പെട്ട സയ്യിദ് അബ്ദുറഹ്മാൻ ബാഫഖി ആരാമഹാനവറുകൾ, സമസ്ത കേരള ഇസ്ലാമത വിദ്യാഭ്യാസ ബോർഡിന് പൈസ വിരിച്ചിട്ടും മദ്രസ ഉണ്ടാക്കിയപ്പോ ഇന്ന് സമസ്തയുടെ മദ്രസയെ രാവിലെ 10 ലക്ഷം വിദ്യാർത്ഥികൾ പഠിക്കുമ്പോ ഈ ബംഗളൂരുവിലെ സമസ്തയുടെ കീഴിൽ എത്രയോ മദ്രസകളാ. ഈ ബംഗളൂരുവിൽ രാവിലെ സമസ്തയുടെ മദ്രസയിൽ 10 ലക്ഷം വിദ്യാർത്ഥികൾ സലാത്ത് ചൊല്ലുമ്പോ, 3 സലാത്ത് വെച്ച് ചൊല്ലുമ്പോ ഒരു ദിവസം 30 ലക്ഷം സലാത്ത് തന്റെ കബറിലേക്ക് ഏറ്റുവാങ്ങി അങ്ങ് ജന്നത്തുൽ മുഅല്ലയിൽ കിടക്കുന്നുണ്ട് സയ്യിദ് അബ്ദുറഹ്മാൻ ബാഫഖി. നേതാവിനെ കുറിച്ച് പറയണമെങ്കിൽ അവസരങ്ങളില്ലാത്ത, അസ്വാരസ്യങ്ങളില്ലാത്ത, അസ്വസ്ഥതകളില്ലാത്ത, അപവാദങ്ങളില്ലാത്ത, ഒരു പുഴുക്കുത്തില്ലാത്ത നേതാവാണ്. ജന്നത്തുൽ മുഅല്ലയിൽ കിടക്കുന്നിടങ്കിൽ ഇൻഷാ അല്ലാഹ് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് പറയാ, ഈ സമസ്തക്ക് വേണ്ടി പണിയെടുത്തവരാരും ഒരു ചില്ലി പൈസ മുടക്കിയിട്ടുണ്ട്. 6 അടി മണ്ണിലേക്ക് അല്ലാഹുവിற்கு എത്തിച്ചു കൊടുത്തിട്ടുണ്ട്. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് ബംഗളൂരുവില്, ചരിത്ര പ്രസിദ്ധമായ ബംഗളൂരുവില്, മതേതരത്തിന് പേരുകേറ്റ ബംഗളൂരുവില് ഇൻഷാ അല്ലാഹ് സമസ്തക്കൊരാസ്ഥാനം നിർവഹിക്കുകയാ. ആ ഭാഗ്യം പടച്ചിറപ്പ് നൽകിയ നിങ്ങൾക്ക് ഈ ദേശീയ സമ്മേളനം നടത്താൻ തീരുമാനിച്ചത് ചെന്നൈയിലോ ബംഗളൂരുവിലോ ആണ്. പക്ഷേ അല്ലാഹു തൗഫീഖ് എന്നത് ബംഗളൂരുവിനാൾക്കാർക്കാണ്. നിങ്ങൾ ഭാഗ്യവാന്മാര്. ഇൻഷാ അല്ലാഹ് എന്റെ പ്രിയപ്പെട്ട സഹോദരൻ
സഹോദരങ്ങളെ, ഈ സംഘാടകർ നിങ്ങളുടെ മുമ്പിലേക്ക് ഒരു സ്ലിപ്പ് കൊണ്ടുവരും. സമസ്തക്കൊരാസ്ഥാനം ബാംഗ്ലൂരിൽ പണിയാൻ പോവുകയാണ്. അതിന് നിങ്ങൾക്ക് കഴിയുന്ന തുക ഉസ്താദേ ബാഫക്കി തങ്ങളെ പോലെ എനിക്ക് നന്നായിട്ട് മരിക്കണം, പരിശുദ്ധ അല്ലയിൽ അടക്കപ്പെടണം, അല്ലാഹു മഹാ തൗഫീഖ് എനിക്ക് നൽകണം. തന്റെ അധ്വാനത്തിന്റെ ഒരു ചില്ലി പൈസ മുടക്കിയവര് അല്ലാഹു നഷ്ടപ്പെടുത്തിയിട്ടില്ല. കാരണം ഇത് തസൗഫിന്റെ ഉലമാക്കളുടെ നേതൃത്വമാണ്. അല്ലാഹു നിലനിർത്തി തരുമാറാകട്ടെ. ഈ സ്ലിപ്പുമായി സംഘാടകർ നിങ്ങളുടെ മുമ്പിലേക്ക് വരും. 1 ലക്ഷമാണെങ്കിൽ 1 ലക്ഷം, 50,000 ആണെങ്കിൽ 50,000. അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതിലൊന്ന് രേഖപ്പെടുത്തി വാഗ്ദാനം ചെയ്തിട്ട് ഇൻഷാ അല്ലാഹ് ഈ സദസ്സിലേക്കൊന്ന് കൊടുത്തുവിടണം. അല്ലാഹുവേ നീ സ്വീകരിക്കണേ തമ്പുരാനെ. സമസ്തക്കൊരാസ്ഥാനം ഇൻഷാ അല്ലാഹ് ബംഗളൂരു തുടങ്ങാം. നിങ്ങളാണ് ഭാഗ്യവാന്മാർ. ഞാനും എഴുന്നേക്കരുത്. ഖബറിൽ നടക്കുന്ന ഒരു അത്ഭുതം പറഞ്ഞുതരാം. അല്ലാഹു നമ്മളതിലെത്തിക്കട്ടെ. ഒരു സ്ലിപ്പ് സംഘാടകർ തരും. പെട്ടെന്നുണ്ട്. ഞാനും എഴുന്നേക്കരുത്. 1 ലക്ഷമാണെങ്കിൽ 1 ലക്ഷം, 2 ലക്ഷമെങ്കിൽ 2 ലക്ഷം. ഇൻഷാ അല്ലാഹ് ഇതിന്റെ തുടക്കം, ആദ്യത്തെ കല്ല് ബംഗളൂരുകാർക്കാണ് ആ ഭാഗ്യം. അല്ലാഹു തൗഫീഖ് നൽകും. ഈ ബക്കറ്റും അതിന്റെ കൂടെ സംഘാടകർ കൊണ്ടുവരും. ഒരു നല്ല സദക്ക, ഈ സമ്മേളനത്തിന് നല്ല ചെലവുണ്ട്, ഒരു നല്ല സദക്ക എല്ലാവരും അതിൽ കൊടുക്കുക. ഇൻഷാ അല്ലാഹ് സന്തോഷത്തോടെ ബാംഗ്ലൂരുവിൽ സമസ്തക്കൊരാസ്ഥാനം തുടങ്ങുക. ഉസ്താദിലേക്ക് ആദ്യത്തെ ആൾ ഞാൻ ഇൻഷാ അല്ലാഹ് വാഗ്ദാനം ചെയ്യുന്നു എന്ന് പറഞ്ഞ് ഈ നിറഞ്ഞ സദസ്സിൽ നിന്ന് ആരെങ്കിലും, എത്രയാകാൻ നിങ്ങൾക്ക്, 1 ലക്ഷമോ 2 ലക്ഷമോ 50,000 എത്രയോ, ഇൻഷാ അല്ലാഹ് ഉസ്താദെ ആദ്യത്തെ ആൾ ഞാനാണ് എന്ന ആഗ്രഹത്തോടെ അതിലൂടെ നടക്കുന്ന മുഴുവൻ സലാത്തുകൾ, ദിക്റുകൾ അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ആരെങ്കിലും ഒരാൾ അതൊന്ന് ഉദ്ഘാടനം ചെയ്ത് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, ഏറ്റവും മഹാഭാഗ്യവാനെ പോലെ ആ കല്ലിന്റെ മുകളിലാണ് പിന്നെ ബാക്കിയെല്ലാം ബുക്ക്. നമ്മുടെ ജീവിതത്തിൽ ചെയ്യാൻ കഴിയുന്ന ഒരു സൽക്കർമാണ്. അല്ലാഹു സ്വീകരിക്കട്ടെ. ഉസ്താദെ 1 ലക്ഷം രൂപ ഞാൻ അതിലേക്ക് വാഗ്ദാനം ചെയ്തു. ലത്തീഫ് ഹാജി 1 ലക്ഷം. കൂലു തക്ബീർ. അല്ലാഹു സ്വീകരിക്കട്ടെ. കൂലു തക്ബീർ. ഖബറിന്റെ അത്ഭുതം ഇൻഷാ അല്ലാഹ്. സ്വാഗത സംഘത്തിന്റെ ട്രഷററാണ്. അതങ്ങനെയാണ്. ഈ പണ്ട് ആളുകൾ പറയും വെള്ളം കോരണ കുടത്തിന് ചോർച്ചയില്ലെങ്കിൽ വെള്ളം നിറഞ്ഞോളും. ട്രഷറുടെ ഖജനാവ് അൽഹംദുലില്ലാഹ് അല്ലാഹു ഒരു ട്രഷറായി തന്നെ ഇതിനെ സ്വീകരിച്ച് അല്ലാഹു കബൂലാക്കട്ടെ. കുലു തക്ബീർ. ഉമ്മുസ്സലാത്തു അലൈഹി സ്വല്ലല്ലാഹു അലാ മുഹമ്മദ്. اللهم صل على محمد يا رب صل عليه وسلم. അല്ലാഹുവേ സ്വീകരിക്കണേ അല്ലാഹ്. ലത്തീഫ് ഹാദിയുടെ സദക്ക സ്വീകരിച്ച് നീ ആ സദക്കയിലെ ബറക്കത്ത് നൽകണേ തമ്പുരാനെ. ഏതാഗ്രഹം ഈ സമസ്തയുടെ കേന്ദ്രസ്ഥാനം ഇവിടെ പണിയപ്പെടുമ്പോൾ ലോകാവസാനം വരെ അതിൽ നടക്കുന്ന സൽക്കർമ്മത്തിന്റെ പ്രതിഫലം നീ അദ്ദേഹത്തിന് നൽകണേ തമ്പുരാനെ. അദ്ദേഹത്തിന്റെ കുടുംബത്തിന് ഐശ്വര്യം നൽകണേ അല്ലാഹു. അദ്ദേഹത്തിന്റെ മക്കളെ സാലിഹീങ്ങളാക്കണേ അല്ലാഹ്. മക്കളെ ഹാഫിളീങ്ങളും ആലിമീങ്ങളും ആക്കി കൊടുക്കണേ തമ്പുരാനെ. അദ്ദേഹത്തിന്റെ സാമ്പത്തിക മേഖലയോടോ അതിൽ ബറക്കത്ത് നൽകി അനുഗ്രഹിക്കണേ തമ്പുരാനെ. അവസാന സജ്ജനങ്ങളുടെ കൂടെ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടണേ അല്ലാഹ്. പടച്ചവനെ അല്ലാഹുവേ, എല്ലാവിധ രോഗത്തിൽ നിന്ന്, പ്രയാസത്തിൽ നിന്ന്, അപകടത്തിൽ നിന്ന് കാക്കണേ റഹ്മാനെ. സയ്യിദുനാ മുഹമ്മദ് വാലി യൂസുഫ് ജുമായി. ഇനി ആരാ രണ്ടാമത്തെ ഒരാൾ? ഈ സ്ലിപ്പ് സംഘാടകർ തരും നിങ്ങളുടെ കയ്യിൽ. അതിൽ നിങ്ങൾക്ക് കഴിയുന്ന അഡ്രസ് എഴുതി. ചെറുപ്പക്കാരൊക്കെ ഒരാൾ ഒഴിവാകരുത്. എത്രയാണോ നിങ്ങൾ, 1 രൂപയെ നിങ്ങൾക്ക് പറ്റുള്ളൂ അതായിക്കോട്ടെ. 1 രൂപയെ പറ്റിയുള്ളൂ അതേക്കുള്ളൂ. അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതിൽ പങ്കാളിയാവുക. ഓരോരുത്തരും
1 ലക്ഷമോ 5 ലക്ഷമോ 50,000 10,000 5,000 ഉസ്താദേ ദുആ ചെയ്യണം. അൽഹംദുലില്ലാ നമ്മുടെ ദുആടെ സദസ്സുകൾ ഫൈസിയോട് ചോദിച്ചാൽ അറിയാം എത്രയോ സദസ്സുകൾ മാരകമായ ക്യാൻസർ വന്നു, 98% ക്യാൻസർ വന്ന് മരണം മുന്നിൽ കണ്ട രോഗികൾ പോലും ഈ സദസ്സിലെ ദുആ കൊണ്ട് അൽഹംദുലില്ലാ അല്ലാഹു മോചനം നൽകിയിട്ടുണ്ട്. ക്യാൻസർ ഖുർആനിലൂടെ മോചനം എന്ന പ്രസംഗം ഞാൻ നടത്തുന്നത് 300ഓളം ക്യാൻസർ രോഗികളുടെ മുമ്പിൽ. എല്ലാവരും ഇരുന്നോളെയും പിരിവൊന്നും ഇല്ലാട്ട്, അതോർത്തിട്ട് നിങ്ങൾ വിഷമിക്കണ്ട. പിരിവിലേക്ക് ഞാൻ കടക്കില്ല. ഞാൻ പിരിച്ചാൽ ഇങ്ങനെയല്ല പിരിക്കണം, അത് വയസ്സിക്കറിയാം. ഇതൊരു തുടക്കം, ബറക്കത്തിനുള്ള ഒരു തുടക്കം മാത്രം. നിങ്ങളൊക്കെ ഇതിൽ പാർട്ടിസിപ്പേറ്റ് ആക്കണം. എന്നിട്ട് ഇൻഷാ അല്ലാഹ് ഞാൻ ബാക്കി ഭാഗങ്ങളും കൂടി പറഞ്ഞ് നമുക്ക് പെട്ടെന്ന് പിരിയാം. എല്ലാ ചെറുപ്പക്കാരും ഞാൻ അടുത്ത സമയത്ത് വയനാട് പോകുന്നതിന് പോയി. ഇവിടെ ഒരു 10 സാധു പെൺകുട്ടികളുടെ കല്യാണം. ഒരു കുട്ടിക്ക് 10 പവൻ വെച്ച്. ആദ്യം ഓരോ പവൻ വെച്ച് ചോദിച്ചു, ആരും പൈസ തന്നില്ല. കാരണം വയനാട്ടിലെ കാർഷിക രംഗം തകർന്നുപോയി. അവസാനം ഞാൻ ചോദിച്ചു, എന്റെ യുവാക്കളായ കുട്ടികൾ എവിടെ? നിങ്ങളൊരു 5-6 പേര് കൂടിയിട്ട് ഓരോ പെൺകുട്ടി അങ്ങ് ഏറ്റെടുത്തിട്ട് പറയും. കമ്പളക്കാട് നിന്ന് വന്ന കുറെ കുട്ടികളുണ്ട്, നമ്മുടെ ഷാജാൻ റഹ്മാനിയുടെ നാട്. ഓരോ കുട്ടികൾ വന്നിട്ട് പറഞ്ഞു, ഉസ്താദേ ഓരോ കുട്ടിയെ ഞാൻ ഏറ്റെടുത്തു. 10 മിനിറ്റ് കൊണ്ട് 10 കുട്ടികൾക്ക് 100 പവൻ കിട്ടി. ചെറുപ്പക്കാരൻ 6-7 പേര് കൂടി, 3 പേര് കൂടി, 4 പേര് കൂടി സഹകരിച്ചു. എന്റെ യുവാക്കൾ, ഈ മെട്രോപൊളിറ്റൻ സിറ്റിയുടെ വേഗതയിൽ കഴിയുന്ന നിങ്ങൾക്ക് ജീവിതത്തിൽ ചെയ്യാൻ കഴിയുന്ന സൽക്കർമ്മമാണിത്. ജമാൽ സാഹിബ് ഇലക്ട്രോൺ സിറ്റി 25,000. കോതമംഗലോ അള്ളാഹു അദ്ദേഹത്തെ സ്വീകരിക്കുമാറാകട്ടെ. എന്റെ നാട്ടുകാരനാണ്, കോതമംഗലംകാരനാണ്. ഇപ്പൊ ബംഗളൂരുവിൽ താമസമാണ്. കണ്ട അവിടെയും വാക്കവിയുടെ നാട്ടുകാരാണ് രണ്ടാമത് വന്നത്. നിങ്ങൾക്ക് എന്താ ഒരു വാശയില്ലാത്തത്? അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. അള്ളാഹു അദ്ദേഹത്തിന്റെ ബിസിനസ്സിൽ നീ ബറക്കത്ത് നൽകണേ തമ്പുരാനെ. ഐശ്വര്യം പ്രദാനം ചെയ്യണേ അള്ളാഹുവേ. നന്മ നൽകി അനുഗ്രഹിക്കണേ തമ്പുരാനെ. അദ്ദേഹത്തിന്റെ മക്കളെ സാലിഹ്യങ്ങളും സച്ചരിതരുമാക്കി കൊടുത്ത് നീ അനുഗ്രഹിക്കണേ തമ്പുരാനെ. ഈ സദഖയുടെ ബറക്കത്തുകൊണ്ടും മരണം വരെ ശരീരത്തെ കീറിമുറിക്കുന്ന രോഗങ്ങളിൽ നിന്ന് നീ കാത്തിരട്ടിച്ച് അനുഗ്രഹിക്കണേ തമ്പുരാനെ. ബിഹഖി സയ്യിദനാ മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി അജ്മഈൻ. എല്ലാവരും സ്ലിപ്പ് തരുന്നുണ്ട്. പരിപാടിയുടെ അവസാനവും അതോടൊപ്പം തന്നെ നാളെ സയ്യിദന്മാരൊക്കെ എത്തുന്നുണ്ട്. എല്ലാവരും കൂടെ കൂടുമ്പോൾ അണ്ണാറക്കണ്ണനും തന്നാലായത്. നിങ്ങളൊരു കൂലിപ്പണിക്കാരനാണോ? ഒരു ദിവസത്തെ ശമ്പളം സമസ്തയുടെ ആസ്ഥാന മന്ദിരത്തിലേക്ക് അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ, ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഒരൊറ്റ ഹദീസ്. റസൂലുള്ളാഹി പറഞ്ഞു, ഒരാളെ കൊണ്ടുപോയി ഖബറിൽ വെച്ച് കഴിഞ്ഞാൽ മലക്കുകൾ ചോദ്യമൊക്കെ ചോദിച്ചിട്ട് പറയും, നംക നൗമത്തിൽ അറൂസ്, പുതുമണവാളൻ ഉറങ്ങുന്നത് പോലെ ഉറങ്ങിക്കൊള്ള. എന്താ അതിന്റെ അർത്ഥം? നംക നൗമത്തിൽ അറൂസ്, പുതിയാപ്ല ഉറങ്ങുന്നത് പോലെ ഉറങ്ങിക്കൊള്ളാൻ. യഥാർത്ഥത്തിൽ പറയേണ്ടത് രാജാവ് ഉറങ്ങുന്നത് പോലെ ഉറങ്ങിക്കോ. ഈ പുതിയാപ്ല ഉറങ്ങുന്നത് പോലെ ഉറങ്ങിക്കോ എന്ന് പറയാനുള്ള കാരണം എന്താ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്റെ പുറകിൽ എന്തോ പ്രത്യേകതയുണ്ടോ? എന്താ പ്രത്യേകത? അല്ലേ പറയാ രാജാവ് ഉറങ്ങുന്നത് പോലെ ഉറങ്ങിക്കൊള്ളി. രാജാവിന് ഉറക്കമില്ല, അടുത്ത രാജ്യം എപ്പോഴും ആക്രമിക്കണമെന്ന് ഓർമ്മയില്ല, ഭീതി. അല്ലേ മുഖ്യമന്ത്രി ഉറങ്ങും പോലെ ഉറങ്ങി. നമ്മുടെ മുഖ്യമന്ത്രിക്കാണ് ഉറക്കം തീരെയില്ല, ഇപ്പൊ ഇട്ടില്ല. എപ്പോഴാ വീഴണേ എപ്പോഴാ താഴണമെന്ന് അറിയാൻ പറ്റൂല. ആ ഒരു മുദബദബീന ബൈനദാലിക്കലാണ് നമ്മുടെ നാട് പോണത്. ഏതായാലും അപ്പൊ പിന്നെ പുതിയാപ്പിള ഉറങ്ങണത് പോലെ പറഞ്ഞാൽ അതിന്റെ അർത്ഥം നമ്മളൊന്ന് ശ്രദ്ധിക്കും. ഇങ്ങോട്ട് കണ്ടു. ഇനി വേറൊരു കാര്യം ചിന്തിക്കുന്നത്, എന്റെ അടുത്തോട്ട് നോക്കി. സാധാരണ ആദ്യ രാത്രിയിൽ പുതിയാപ്പിള ഉറങ്ങണപ്പോഴാ നല്ല പട്ടുമെത്തയിൽ മുല്ലപ്പൂ മാലയും ചൂടി പുതിയ പെണ്ണിങ്ങനെ പട്ടുമെത്തയിൽ കാത്തിരിക്കുക. പുതിയാപ്പിള മണിയറയുടെ വാതില് തുറന്ന് അകത്ത് കടന്നു. എല്ലാവരും ഉറക്കവും പോയി. ഉറക്കം തൂങ്ങിയവരൊക്കെ ഒന്ന് സ്റ്റഡിയായി എഴുന്നേറ്റു. ആ സമയത്ത് മണിയറയിലോട്ട് കിടക്കുന്ന പുതിയാപ്പിള പുതിയ പെണ്ണിന്റെ അടുക്കൽ പോയിട്ട് അഷ്റഫ് ജയനഗർ 25,000 രൂപ കുലൂ തക്ബീർ. അള്ളാഹു അഷ്റഫ് സാഹിബിന് ഖൈർ നൽകട്ടെ, നന്മ നൽകി അനുഗ്രഹിക്കട്ടെ, ഖൈർ പ്രദാനം ചെയ്യട്ടെ.
അള്ളാഹു അതിന്റെ മക്കളെ ഇസ്മായിൽ നബിയെ പോലെ സാലിഹ്യങ്ങളാക്കി കൊടുക്കുമാറാകട്ടെ. ചെറുപ്പക്കാർക്കൊരു നിരാശ, ത്രില്ലങ്ങോട്ട് പോയി. രണ്ടൂന്ന് ചെറുപ്പക്കാർ ചിരിക്കണം. അതിന്റെ ഇടയിൽ ഇപ്പൊ ആരുടെപ്പ 25,000 കൊടുത്ത്. ആ സമയത്ത് ഏതെങ്കിലും ഒരു പുതിയാപ്പിള മണിയറയിൽ ഇടയ്ക്കിടയ്ക്ക് 25,000 തരണം. എങ്ങനെ 50 എത്രയായാലും കൊടുത്തു. ഒരു പുതിയാപ്പിള പോയിട്ട് പുതിയ പെണ്ണിങ്ങനെ ചന്ദനക്കട്ടിലിൽ മോഹനാങ്കി മുല്ലപ്പൂവും വരച്ച് നല്ല നറുമണത്തോടെ ഇരിക്കുമ്പോ ഏതെങ്കിലും പുതിയാപ്പിള അടുത്ത് കയറി ചെന്നിട്ട് അസ്സലാമു അലൈക്കും അല്ലാഹുമ്മ ബിസ്മിക അമൂതു വഹിയാന്നും പറഞ്ഞ് കിടന്നുറങ്ങോ? ഉറങ്ങോ? എന്നവന് കാര്യമായ വേറെന്തോ തകരാറുണ്ടാവും. അല്ല അവന് ആരോ ഉറങ്ങില്ലല്ലോ. അപ്പൊ യഥാർത്ഥത്തിൽ ഇതൊരു വലിയ സംഭവം നിങ്ങളോട് പറയാം. മോനെ, മരിക്കണതാടാ കുട്ടിയെ നല്ലത്. ഖബറാണ് സുഖം, ഖബറാണ് സുഖം. കാരണം എന്താ? അല്ലാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞതിന്റെ അർത്ഥമേടാ? ഒരാള് ആദ്യരാത്രിയിൽ പുതുമണവാട്ടിയുടെ ചാരത്തേക്ക് ചെന്നാൽ അവനവിടേക്ക് കിടന്നിരുന്ന് പുതുമണവാട്ടിയുടെ കിടപ്പറയിൽ കയറി അവളുമായി ശാരീരിക ബന്ധത്തിലേർപ്പെട്ടിട്ട് അവന്റെ ആഗ്രഹങ്ങൾ തീർത്തിട്ടാണ് കിടന്നുറങ്ങുന്നതെങ്കിൽ ആദ്യരാത്രിയിലെ കബറിൽ കിടക്കുന്നവനോട് നമുക്ക് നോമത്തിൽ അറോസെന്ന മലക്കുകൾ പറഞ്ഞാൽ പുതിയാപ്പിളയെ പോലെ ഉറങ്ങിക്കൊള്ളാൻ പറഞ്ഞാൽ ആ പറഞ്ഞതിന്റെ അർത്ഥമേടാ? അല്ലാഹുവിന്റെ റസൂല് പറയുക, സ്വർഗത്തിൽ നിന്ന് ഹൂറിലീങ്ങളായ പെൺകുട്ടികൾ അവരുടെ കബറിലേക്ക് വന്ന് അവന്റെ ഭാര്യ അവന്റെ വീട്ടിൽ പൊട്ടിക്കരയുമ്പോ, അവന്റെ മക്കൾ പൊട്ടിക്കരയുമ്പോ സ്വർഗത്തിലെ ഹൂറി പെണ്ണുങ്ങളെ കബറിലേക്ക് വന്ന് ആ കബറിലെ പെണ്ണുങ്ങളുമായി ശാരീരിക ബന്ധത്തിലേർപ്പെട്ടിട്ടാണ് സത്യവിശ്വാസി കബറിന്റെ ആദ്യരാത്രിയിലെ കബറിൽ കിടക്കുന്നവരെന്ന് ഇതേവരെ കള്ളം പറഞ്ഞിട്ടില്ലാത്ത മുഹമ്മദ് സാദിഖ് നബി മുഹമ്മദ് മുസ്തഫ. ഈ പ്രഭാഷണത്തിന്റെ ഭാഗത്ത് ഞാനിത് പറഞ്ഞത് എന്റെ ഈ ബംഗളൂരു നഗരത്തിൽ താമസിക്കുന്ന ചെറുപ്പക്കാർക്ക് വേണ്ടിയാ. ഇതൊരു മെട്രോപൊളിറ്റൻ നഗരമാ. ഏറ്റവും വലിയ കണക്കനുസരിച്ച് ഇന്ത്യയിൽ ഏറ്റവും വലിയ ബിസിനസ് നടക്കുന്ന നഗരത്തിലാണ് നിങ്ങൾ നടക്കുക. സൈബർ ലോകത്തിന്റെ മാസ്മരികതയിലൂടെ പെൺകുട്ടികൾ ഇതിന്റെ മുമ്പിലൂടെ നടക്കുമ്പോ ലോകത്തിന്റെ മുഴുവനും ആഭാസങ്ങളെ കണ്ണിൽ കാണുമ്പോ എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, പെൺകുട്ടികളുടെ പുറകെ പോകരുത്. പാതിരാവിന്റെ നിശബ്ദതയിലൂടെ സൈബർ ചാറ്റിംഗ് നടത്തി ഫേസ്ബുക്കിലൂടെ വാട്സപ്പിലൂടെ പെൺകുട്ടികളുമായി സൗഹൃദം നടത്തിയിട്ട് സൈബർ പാർക്കുകളിൽ ചാറ്റിംഗ് നടത്തുന്ന പാതിരാത്രി പകരാക്കി മാറ്റുന്ന IT നഗരത്തിന്റെ വികസന സാധ്യതകൾ മുഴുവനും ബംഗളൂരുവിൽ വന്നപ്പോ അതിന്റെ മേച്ചിൽപ്പുറങ്ങൾ മുഴുവനും ആവാസത്തിന്റേതാ. ഇത് പറയുന്നതിന് എനിക്ക് പ്രശ്നമില്ല. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാനിത് പറയാനാ വന്നത്. IT നഗരത്തിന്റെ സൈബർ പാർക്കുകളിൽ വ്യഭിചാരം നടക്കുന്നുണ്ടെന്ന് പറയുമ്പോൾ കഴിഞ്ഞ റമളാനിന്റെ പൊന്നമ്പിളി പാതിരാത്രിയിൽ, കഴിഞ്ഞ റമളാനിന്റെ പൊന്നമ്പിളി തിങ്കൾക്കല റമളാനിലെ തറാവീഹ് നടക്കുമ്പോ, ഇശാ നിസ്കാരം നടക്കുമ്പോ, ആ സമയത്ത് ലോകകപ്പ് ഫുട്ബോൾ നടക്കുകയാ. റമളാനിന്റെ പാതിരാത്രിയിൽ ലോകകപ്പിലെ അർജന്റീനയുടെ മെസ്സിയുടെ പുറകെ റമളാനിന്റെ തറാവ് ഉപേക്ഷിച്ചിട്ട് ഇശാ നമസ്കാരം കളാക്കി ലൈബ്രറിയെയും വായനശാലയുടെ മുമ്പിലെ ടിവികള് മലബാറിലെ ചെറുപ്പക്കാര് നിസ്കാരം ഉപേക്ഷിച്ചപ്പോ, തറാവീഹ് ഉപേക്ഷിച്ചപ്പോ, ആ സമയത്ത് ഞാൻ നടത്ത പ്രസംഗമാണ് മെസ്സിയെ കുറിച്ചിട്ടുള്ള പ്രസംഗം. അതാർക്ക് വേണ്ടി നടത്തിയതാ? മലബാറിൽ എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാർക്ക് വേണ്ടി. നിങ്ങളെ റമളാൻ കളയരുത്, തറാവീഹ് മുടക്കരുത്, ഇശാ മുടക്കരുത് എന്ന് പറഞ്ഞ് ആ സമയത്ത് മെസ്സിയെ കുറിച്ച് പ്രസംഗിച്ച പ്രസംഗമാണത്. അതൊരു വർഷം കഴിഞ്ഞ് കുത്തിപ്പൊക്കി വന്നാൽ പടച്ചറപ്പല്ലേ കാണുക. ആർക്ക് വേണ്ടിയാണ് പറഞ്ഞത്? റമളാനാണ് പ്രതികൂലമായി സാക്ഷിയാവാതിരിക്കാൻ എന്റെ ചെറുപ്പക്കാർ റമളാനിനെ നിസ്കരിക്കാൻ എന്റെ കണ്ണിന്റെ കൺമണികളോട് അള്ളാഹുവിനെ മുൻനിർത്തിയിട്ട് പറഞ്ഞതാ. അതിപ്പോഴും ഞാൻ 1000 വട്ടം ആവർത്തിക്കുകയാ. എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, ആധുനിക ലോകത്തിന്റെ കണ്ടെത്തി വിദ്യയിൽ പെട്ടുപോകല്ല മോനെ. അള്ളാഹുവിന്റെ
റസൂൽ പറഞ്ഞതിന്റെ അർത്ഥമുണ്ട്, ദുനിയാവിലെ പെണ്ണല്ലവരുടെ നാളെ ഖബറിന്റെ ആദരാത്രിയിൽ പുതിയാപ്രയെ പോലെ ഉറങ്ങാൻ പറഞ്ഞാൽ പുതിയാപ്രയ്ക്ക് ഖബറിൽ പുതിയ പെണ്ണ് വേണ്ടേ? ആ പുതിയ പെണ്ണാണ് ഫീഹിന്ന ഖാസിറാത്തു തർഫി ലം യത്മിസുഹുന്ന ഇൻസന ഖബലഹും വലാജാദ്. മനുഷ്യനോ ഒരു ചിങ്ങോ തൊട്ടിട്ടില്ലാത്ത ചിപ്പിക്കുള്ളിലടക്കപ്പെട്ട മുത്തുകളെ പോലെ തോന്നുന്ന ഹൂറുൻ ഖുസൂറാത്തുൻ ഫിൽ ഖിയാം ഫബിഅയ്യി ആലാഇ റബ്ബികുമാ തുകല്ലിബാൻ. ആ ഹൂറി പെണ്ണുങ്ങള് നിന്റെ ആരുടെ മുന്നിൽ കൂട്ടാളിയായി എത്തുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ, ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ. അതുകൊണ്ട് സഹോദരങ്ങളെ, ആ ഖബർ അല്ലാഹു വിശാലമാക്കി തരട്ടെ, ആ ഖബർ അല്ലാഹു വിശാലമാക്കി തരട്ടെ. ആറടി മണ്ണിലേക്ക് ഒരാളെ ഖബറടക്കി കഴിഞ്ഞാൽ അതേ സമയത്ത് അവൻ പടിഞ്ഞാറേക്ക് നോക്കിക്കിടക്കുകയാ, കിബിലയിലേക്ക് അവൻ നോക്കിക്കിടക്കുകയാണ്. ആ സമയത്താണ് അവന്റെ കിബിലയുടെ ഭാഗത്തായി അല്ലാഹു ഖബറിലൊരു ജനാല കൊടുക്കുമത്രേ. വിടെ ഇങ്ങോട്ട് നോക്ക്, ഇങ്ങോട്ട് നോക്ക് പൊന്നുമോനെ. മരണമാണ് സുഖം, ഖബറാണ് സുഖം, ഖബറാണ് സുഖം. ആ ഖബറിലാണ് ഏറ്റവും നല്ല ഭക്ഷണമുള്ളത്, അവിടെയാണ് ഏറ്റവും നല്ല സുഗന്ധമുള്ളത്, അവിടെയാണ് ഏറ്റവും നല്ല ജീവിതമുള്ളത്. അതുകൊണ്ടാണ് ജീവിതത്തിൽ ഒരു ദിവസം വഴവ് പറഞ്ഞുകൊണ്ടിരിക്കവേ ആ സമയത്തൊരു ഖുർആനായ തോതിയപ്പോ അറിയാതെ തെറ്റിപ്പോയി. പെട്ടെന്ന് എടുത്തോതി, എന്നാലും മനസ്സിന് വിഷമമായി. വഴല് കഴിഞ്ഞിട്ട് ഇറങ്ങിപ്പോകവേ കൈവിരൽ കൊണ്ട് എണ്ണം പിടിച്ചു പറയാൻ തുടങ്ങി, അസ്തഗ്ഫിറുല്ലാഹൽ അലീം, അസ്തഗ്ഫിറുല്ലാഹൽ അലീം, അസ്തഗ്ഫിറുല്ലാഹൽ അലീം. വീട്ടിൽ പോയി ഇറങ്ങിയപ്പോഴും ശിഷ്യന്മാര് പിന്നീട് പറയുന്നുണ്ട്, അന്ന് രാത്രി എഴുന്നേറ്റ് നിന്ന് നിസ്കരിക്കുമ്പോഴും കൂടെ കൂടെ പറയും അസ്തഗ്ഫിറുല്ലാഹൽ അലീം, അസ്തഗ്ഫിറുല്ലാഹൽ അലീം. എന്ത് തെറ്റ് ചെയ്തിട്ടാണ്? കള്ളം പറഞ്ഞിട്ടല്ല, വഞ്ചിച്ചിട്ടല്ല, അപവാദം പറഞ്ഞിട്ടല്ല, ഒരായത്തോറിയപ്പോ അറിയാതെ തെറ്റിപ്പോയി. പിന്നീട് പെട്ടെന്ന് തന്നെ തിരുത്തി ഓതുകയും ചെയ്തു. അന്ന് രാത്രിയിൽ തഹജ്ജുദ് നിസ്കരിക്കുമ്പോ ഇസ്തിഗ്ഫാർ ചൊല്ലിയിട്ട് പൊട്ടിക്കരഞ്ഞുവത്രേ, അല്ലാഹുവേ നിന്റെ കലാം ഓതിയപ്പോ ഇവന് പിഴച്ചുപോയി, ശിക്ഷിക്കല്ലേ അല്ലാഹുവേ. തഹജ്ജുദ് നിസ്കാരത്തിലും ഇസ്തിഗ്ഫാറാണ് ചൊല്ലിയത്. ചെയ്തു പോയൊരു പാപമല്ല, ഒരു വീഴ്ചയല്ല, ഒരറിയാതെ സംഭവിച്ചു പോയ നാക്കിന്റെ പിഴവ്. അതോട്ടിട്ടൊരു രാത്രി മുഴുവനും ഇസ്തിഗ്ഫാർ പറഞ്ഞ് പൊട്ടിക്കരഞ്ഞ മഹാനാണ് ബഹുമാനപ്പെട്ട റഈസുൽ മുഹഖഖീൻ കന്നിയത്ത് ഉസ്താദ് നവ്വറല്ലാഹു മർക്കദ. ഖബർ നറുമണമാണ് മോനെ, ഖബർ പൂന്തിങ്കളാണ് മോനെ, ഖബർ പൂമെത്തയാണ് മോനെ. അവരാണ് അല്ലദീന തതവഫാഹുമുൽ മലായികത്തു തയ്യിബീൻ. അവരാണ് തയ്യിബ്. അത്തയ്യിബുലായ ഖുബലു ഇല്ലാ തയ്യിബ. എപ്പോഴും നല്ലത് നല്ലതിനെ മാത്രമേ സ്വീകരിക്കൂ. ഇതാണ് നമ്മുടെ നേതാവ് റഈസുൽ മുഹഖഖീൻ, റഈസുൽ മുഹഖഖീൻ കന്നിയത്ത് ഉസ്താദ് നവ്വറല്ലാഹു മർക്കദ. തിരിഞ്ഞു നോക്കി കിടക്കുന്ന പടിഞ്ഞാറൻ ഭാഗത്ത് അല്ലാഹു ഒരു ജനാല തുറന്നു കൊടുക്കുമത്രേ. അവരാ ജനാലയിലൂടെ കാണുന്ന കാഴ്ച മിനൽ ജന്ന. അവര് ഖിയാമത്ത് നാളെത്തുന്നത് വരെ ആ ജനാലപ്പടിയിലൂടെ സ്വർഗത്തിലുള്ള അവരുടെ ഇരിപ്പിടം കണ്ടുകൊണ്ട് കിടക്കുമെന്ന് റൂഹി ഫിദാ നബി മുഹമ്മദ് മുസ്തഫ, റൂഹി ഫിദാ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. തെമ്മാടിയാണെങ്കിലോ അവൻ നരകത്തിന് അവന്റെ ഇരിപ്പിടം കണ്ടുകൊണ്ട് കിടക്കും. ഖബർ വെറും ഒരാറടി മണ്ണിന്റെ കഥയല്ല. അതുകൊണ്ടാണ് ഖബറെന്നു കേട്ടാൽ തൽക്ഷണം നേട്ടേണ്ടതാ, കണ്ടാലുടൻ വാവിട്ടു നീ കരയേണ്ടതാ. കണ്ടുകൊണ്ടിരിക്കും. ആ ജനാല രാവിലെ തുറക്കും, വൈകുന്നേരം തുറക്കും. ഖബറിലെ തണുപ്പാണ് കേട്ടല്ലോ. ആ ജനാല തുറക്കുമ്പോ സ്വർഗത്തിന്റെ തണുപ്പ് ഖബറിലേക്ക് കയറും, സ്വർഗത്തിന്റെ നറുമണം ഖബറിലേക്ക് ആസ്വദിക്കും. വൈകുന്നേരം വരെ ആ തണുപ്പ് നിൽക്കും.
നമുക്കറിയുമല്ലേ AC ഓൺ ചെയ്താൽ 2 മണിക്കൂർ ഓൺ ചെയ്തിട്ട് ഓഫായാൽ കട്ട് ഓഫായാൽ പിന്നീട് രാവിലെ വരെ ആ തണുപ്പ് നിലനിൽക്കും. പിന്നെ ഓണാകുന്ന വീണ്ടും നിലനിൽക്കും. ആ രാവിലെ ജനല തുറക്കുമ്പോ സ്വർഗത്തിന്റെ തണുപ്പ് അതിലേക്ക് കിടക്കും. വൈകുന്നേരം വരെ ആ തണുപ്പ് നിലനിൽക്കും. വൈകുന്നേരം വീണ്ടും തുറക്കുമ്പോ വീണ്ടും തണുപ്പ് വരും. പിറ്റേ ദിവസം രാവിലെ വരെ നിലനിൽക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇനി പറ, ഭൂമിയാണോ നല്ലത്, ഖബറാണോ നല്ലത്? ഏതാ നല്ലത്? ഏതാ നല്ലത്? ഏതാ നല്ലത്? ഖബറാണ് നല്ലത്. അതുകൊണ്ടാണ് അവർ മരണം ആഗ്രഹിച്ചത്. അല്ലാഹുവേ, ആ മരണം നന്നാക്കി തരണേ തമ്പുരാനെ. റഫീഖ് സാഹിബ് ഇലക്ട്രോണിക് സിറ്റി 10,000 രൂപ സംഭാവന ചെയ്തിട്ടുണ്ട്. റബ്ബേ അല്ലാഹുവേ, ഇതൊരു വാഗ്ദരിമയ്ക്ക് വേണ്ടിയല്ല, ഇത് ബാക്കവിയുടെ പിരിവിന് വകവെത്താനല്ല, ഇത് ഖബറിലേക്കുള്ളവരുടെ ഡെപ്പോസിറ്റ് മാത്രം. റബ്ബേ, നീ സ്വർഗത്തിന്റെ ഇരിപ്പിടം കാണിക്കണേ അല്ലാഹുവേ. റഫീഖ് സാഹിബിന് ആ ഇരിപ്പിടം നീ ഉറപ്പിച്ചു കൊടുക്കണേ തമ്പുരാനെ. അദ്ദേഹത്തിന്റെ കുടുംബത്തിന് ഐശ്വര്യം നൽകണേ അല്ലാഹുവേ. കീറി മുറിക്കപ്പെടുന്ന രോഗത്തിൽ നിന്ന്, കടബാധ്യതകളിൽ നിന്ന് നീ കാക്കണേ അല്ലാ. സഹോദരങ്ങളൊക്കെ ആ സ്ലിപ്പ് പൂരിപ്പിച്ച് ഇപ്പോൾ തന്നെ അവസാനത്തെ ദുആയിൽ നമുക്ക് പങ്കുചേരാൻ, പ്രയാസങ്ങൾ മാറാൻ, വ്യസനങ്ങൾ മാറാൻ ഏറ്റവും നല്ലൊരു ആഖിറത്തിലേക്കാണ്. അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. പെങ്ങളെ പങ്കാളിയാവുക. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ നിസ്കാരം കഴിഞ്ഞ് വീട്ടിലേക്ക് വരുമ്പോ ജുവൈരിയ റളിയല്ലാഹു അൻഹ പ്രിയപ്പെട്ട ഭാര്യ വീട്ടിലിരുന്നിട്ട് നിസ്കരിക്കുകയാണ്. മുത്തുനബി വന്നപ്പോ പൊട്ടിച്ചിരിച്ച് ജുവൈരിയ പറഞ്ഞു അത്രേ, റളിയല്ലാഹു അൻഹാ പറഞ്ഞു അത്രേ, യാ റസൂലല്ലാഹ്, ഇന്നങ്ങേ സൽക്കർമ്മത്തിന് ഞാൻ തോൽപ്പിച്ചു നബിയെ. എന്റെ ജുവൈരിയ, അങ്ങ് സുബഹി കഴിഞ്ഞ ഉടനെ വന്നല്ല നബിയെ. ഞാനിനാ ഇസ്റാക്ക് നിസ്കരിക്കുന്നത് വരെ സുബഹി നിസ്കരിച്ചിട്ട് ആ മുസല്ലയിൽ ഇരിക്കുകയാണ് നബിയെ. ഇന്ന് ഏറ്റവും സൽക്കർമ്മം ചെയ്തത് ഞാനാണ് യാ റസൂലല്ലാഹ്. എന്റെ പെങ്ങള് കേൾക്കുമോ? ഈ മെട്രോപോളിറ്റൻ നഗരത്തിൽ കാലിന് ചക്രം പിടിച്ചതുപോലെ വേഗതയോടെ കറങ്ങിപ്പോകുമ്പോ എല്ലാ അഭിലാഷങ്ങളും പൂർത്തീകരിക്കാനുള്ള ഓട്ടത്തിന്റെ ഇടയിൽ പെങ്ങളെ ഓർക്കുമോ? ഒരു പെണ്ണിന്റെ പറച്ചിലാണിത്. സന്ധ്യാസമയത്ത് നൂറുൽ ഈമാൻ എന്തിയ പെണ്ണുണ്ട്, നൂറുൽ ഈമാൻ ഓതിയ പെണ്ണെവിടെ, സൂറത്തുൽ വാഖിഅ ഓതിയ പെണ്ണെവിടെ? അല്ലാഹുവിന്റെ റസൂൽ ചോദിച്ചു, ജുവൈരിയ, ഏ ജുവൈരിയ, ഇന്ന് സുബഹി നിസ്കാരം കഴിഞ്ഞ് ഞാനൊരു ദിക്ർ ചൊല്ലി ജുവൈരിയ. ആ ദിക്ർ സുബഹി കഴിഞ്ഞിട്ട് ആരെങ്കിലും 10 പ്രാവശ്യം ചൊല്ലിയാൽ അവന് ഇശാവര ഇരുന്ന ഇരുത്തിന് ദിക്ർ ചെയ്ത പ്രതിഫലമാണ് ജുവൈരിയ. ജുവൈരിയ റളിയല്ലാഹു അൻഹയുടെ പുഞ്ചിരി മാറി. ഇത് മദീനയുടെ ചിത്രമാണ്. മദീന കാണാത്ത ചരിത്രമേതാണ്? മദീന അറിയാത്ത ചിത്രമേതാണ്? ആഘോഷമല്ലോ മദീന, ആഗ്രഹമല്ലോ മദീന, അഭിലാഷമല്ലോ മദീന. കബിയേ ബുലന്ദി ഹേ കൂഹേ സഫാ ഹേ, കബിയേ തജല്ലി താരേ ഹിറാ ഹേ, കബിയേ ബുലന്ദി ഹേ കൂഹേ സഫാ ഹേ, കബിയേ തജല്ലി താരേ ഹിറാ ഹേ. താരേ ഹിറായിലെ വെളിച്ചം, സഫാമലയുടെ വെളിച്ചം, ആയിഷയുടെ മടിത്തട്ടിൽ ഉദയം ചെയ്ത ഈ പ്രപഞ്ചത്തിന്റെ പ്രഭവച്ചോടി ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ. ഭർത്താവും ഭാര്യയും തമ്മിൽ മത്സരമാണ്. ഞാനാണ് നബിയെ ഇന്ന് ദിക്ർ ചൊല്ലിയത്. ഇന്ന് ഏത് വീട്ടിലുണ്ട്, ഏത് കുടുംബത്തിലുണ്ട്? എല്ലാ പരസ്പര വടക്കിന്റെ മത്സരത്തിന്റെ, മതത്തിന്റെ, മാത്സര്യത്തിന്റെ, കുഴപ്പത്തിന്റെ, കുശുമ്മിന്റെ, കുഞ്ഞായ്മയുടെ, കുശുകുശുപ്പിന്റെ മത്സരത്തിലേക്ക് നടന്നു പോകുമ്പോ ഇതെല്ലാം കണ്ട മദീനയെ നാം ഓർക്കുകയാണ്. മലയാളത്തിന്റെ കവി വാഴ്ത്തപ്പെടട്ടെ, ആ കവി പറഞ്ഞത് വല്ലാത്ത വാക്കാണ്. 14 നൂറ്റാണ്ട് പിമ്പന്തിനി പാപിനാൽ പാലിൽ പിറന്നു വീണു, പുണ്യ റസൂലിന്റെ
പങ്കജം പതിയാത്ത മണ്ണിൽ പിറന്നു വീണു. ഞാൻ എന്തിനാണ് ഈ മുത്തറസൂലിന്റെ കാൽപ്പാറം പതിയാത്ത മണ്ണിൽ ഞാൻ പിറന്നതെന്തിന്? എനിക്ക് മദീനയിൽ ജനിക്കാൻ കഴിഞ്ഞില്ലല്ലോ. ജുബൈരിയ ഈ ദിക്ർ 10 പ്രാവശ്യം പറഞ്ഞു. സുബഹിക്ക് ശേഷം ഏതാണ് നബിയെ? സുബ്ഹാനല്ലാഹി വബിഹംദിഹി വരിലാ നഫ്സിഹി വസിനത അർശിഹി വഅദദ ഖൽഖിഹി വമിദാദ കലിമാതിഹി. ഇത് ഞാൻ പറഞ്ഞു ജുബൈരിയ. എനിക്കാണ് സൽക്കർമ്മം കൂടുതൽ. ഇതാണ് സഹോദരിമാരെ ആഖിറത്തിന് വേണ്ടി മത്സരിക്കുക. എല്ലാം തകർന്ന് തരിപ്പണമാകുന്നൊരു ദിവസം വരുന്നുണ്ട്. അല്ലാഹു ആ ദിവസം നമുക്ക് നന്നാക്കി നൽകുമാറാകട്ടെ. വി കെ മൂസ സാഹിബ് ബംഗളൂരു 50,001 രൂപ അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. ഇതീ സദസ്സിന്റെ സുഹൃതമാണ്. ഇതീ സദസ്സിന്റെ സുഹൃതമാണ്. അല്ലാഹുവേ സ്വീകരിക്കണേ അല്ലാ, നീ സ്വീകരിക്കണേ അല്ലാഹുവേ. മൂസ സാഹിബിന്റെ ജീവിതത്തിൽ നീ ബറക്കത്ത് നൽകണേ തമ്പുരാനെ. അദ്ദേഹത്തിന്റെ ഭാര്യയെ മൂസാ നബിയുടെ ഭാര്യ സാഫൂറയെ പോലെ വൈദ് കാല മൂസാലിയഹിലിഹി തന്റെ ഭാര്യയുടെ കൈ പിടിച്ചിട്ട് പോയപ്പോഴാണ് തൂരി സീനയിൽ മൂസാ നബി ദിവ്യ വെളിച്ചം കണ്ടത്. അപ്പോഴാണ് റിസാലത്ത് കിട്ടിയത്. സർവനന്മയ്ക്കും കാരണമായ സാഫൂറയെ പോലെ ഈ മൂസ സാഹിബിന്റെ ഭാര്യയെ നീ ആക്കണേ തമ്പുരാനെ. അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ഐശ്വര്യം നൽകണേ അല്ലാഹുവേ, നന്മ നൽകണേ തമ്പുരാനെ, പ്രയാസങ്ങൾ മാറ്റിക്കൊടുക്കണേ അല്ലാഹുവേ, ബിസിനസ്സിൽ ബറക്കത്ത് നൽകണേ തമ്പുരാനെ. ആഖിറത്തിന് വേണ്ടി മത്സരിക്കും ചെറുപ്പക്കാരെ അല്ലാഹു സ്വീകരിക്കട്ടെ. സമയം പരിമിതം, സമയം പരിമിതം, വിഷയം വിശാലം. ഞാൻ എന്ത് ചെയ്യണം, എവിടെ നിർത്തണമെന്നറിയാതെ ഗദ്ഗതപ്പെടുകയാണ്. പക്ഷേ തെമ്മാടിയാണോ രാവിലെ മനസ്സയറാമക്കൂമിനാർ നരകത്തിലെ അവന്റെ ഇരിപ്പിടം കാണും, വൈകുന്നേരം കാണും. ഇത് അഹമ്മദ് കബീർ പച്ച കിതാബ് നോക്കിയിട്ട് പറയുന്നതല്ല, അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. അന്നാറു യുറലൂന അലൈഹാ ഗുദുവൻ വഅസിയാ വയൗമ തഖൂമുസ്സാ. അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. ഇനി മഹ്ശറയാണ്. തുടങ്ങിയെടുത്തന്നെ അവസാനിപ്പിക്കും. ഇത് മുന്നറിയിപ്പ് നൽകാനാണ് പ്രവാചകന്മാർ വന്നത്. ഓരോരുത്തരായി അള്ളാഹു സ്വീകരിക്കട്ടെ. ഈ നന്മയുടെ വെളിച്ചത്തിലേക്ക് കടന്നു വരിക. 50,000 1,00,000 എത്രയാകട്ടെ, അള്ളാഹുവേ സ്വീകരിക്കണേയല്ല. ഈ നഗരമധ്യത്തിന്റെ കൊടും ചൂടിൽ അവർ സമ്പാദിച്ചതിൽ നിന്നൊരു ഓഹരി വരക്കൽ മുല്ലക്കോയത്തങ്ങളുടെ പുണ്യമായ കരം പിടിച്ച പതാകയ്ക്ക് കീഴിൽ നീ ഞങ്ങളെ മരണം വരെ അതിൽ ഉറപ്പിച്ചു നിർത്തണേ അല്ലാഹുവേ. സാലിഹ് കൊയ്യോടിന്റെ പിതാവിന്റെ അസുഖം മാറാൻ 1,00,000 രൂപ കൂലൂത്ത് കബീർ നീ ശിഫ നൽകണേ അല്ലാ. അല്ലാഹുവേ സ്വീകരിക്കണേ അല്ലാ, സ്വീകരിക്കണേ അല്ലാ. ഈ പരിപാടിയുടെ കൺവീനറാണ്. എത്ര ദിവസമായി ഉറക്കമളച്ചതിനു വേണ്ടി ഞാൻ ഉംറയ്ക്ക് നിൽക്കുമ്പോഴും വിളിക്കുസ്താദെ ടിക്കറ്റ് പെടുക്കണം. അശ്രാന്ത പരിശ്രമം ഉപ്പരോഗശയ്യയിലായിട്ടും മകനീ നന്മയുടെ വക്കത്താണ്. അല്ലാഹുവേ വരക്കൽ മുല്ലക്കോയ തങ്ങൾ പാപ്പയുടെ ബറക്കത്തുകൊണ്ട്, മൺമറഞ്ഞുപോയ കണ്ണിയത്തുസ്താദിന്റെ മഹാരഥന്മാരുടെ ബറക്കത്തുകൊണ്ട് ആ രോഗം നീ ശിവയാക്കണേയല്ലോ. കാലഘട്ടം ദർശിച്ച പകരക്കാരനില്ലാത്ത ഏത് പണ്ഡിത പടുവിന്റെ നാമമാണോ ബഹുമാനപ്പെട്ട ശംസുൽ ഉലമ നവ്വറല്ലാഹു മർക്കദ. അങ്ങനെ ഒരു ജന്മത്തെ ഇനി പ്രസവിക്കപ്പെട്ടിട്ടില്ല. ആ ഒരു പകരം വെക്കാത്ത പണ്ഡിത ജന്മത്തിന്റെ ബറക്കത്തുകൊണ്ട് അദ്ദേഹത്തിന്റെ പിതാവിന്റെ രോഗം നീ ശിഫ നൽകണേ തമ്പുരാനെ. ഐശ്വര്യം പ്രദാനം ചെയ്യണേയല്ല. അദ്ദേഹത്തിന്റെ മക്കൾക്ക് നീ നന്മ നൽകണേയല്ല. അല്ലാഹുവേ സ്വീകരിക്കണേ തമ്പുരാനെ. വേറെ സഹോദരൻ ബിസ്മില്ലാ 1,00,000 രൂപ കൂലൂത്ത് കബീർ SHR ആണല്ലേ, HSR. അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. ഞാൻ പ്രതീക്ഷിച്ചതല്ലേ, കേരളം പോലെ പ്രതീക്ഷിച്ചതല്ലേ, എങ്കിലും ബംഗളൂരുവിലുമുണ്ടായി. അല്ലാഹുവേ സ്വീകരിക്കണേ തമ്പുരാനെ. കേരളം പോലെ അങ്ങനെ പ്രതീക്ഷിച്ചല്ല, പക്ഷെ ഇവിടെയും അൽഹംദുലില്ലാഹ് 1,00,000 ചോദിച്ചു പറഞ്ഞു 3 സഹോദരങ്ങൾ മുമ്പോട്ട്. അല്ലാഹു കബൂലാക്കട്ടെ. കേരളത്തിൽ അങ്ങനെയല്ല, ധാരാളം ആളുകൾ വരും. നമ്മുടെ പേരിലുള്ള ഏറ്റവും വലിയ അപരാധവും നമ്മൾ കോടികൾ പിരിക്കുന്നു എന്നുള്ളത്.
തിരൂർക്കാട് എത്തിയങ്ങാനൊക്കെ വേണ്ടി ഞാൻ പിരിക്കാൻ പോയി. വഅദ് പറഞ്ഞു പിരിച്ചു. അലിക്കുട്ടി ഉസ്താദ് ഇരിപ്പുണ്ട്. റാബത്തയുടെ ഫണ്ട് നിലച്ചു പാക്കുവി. എത്തിയ മക്കൾക്ക് ഭക്ഷണമില്ല. വരണോന്ന് പറഞ്ഞ് സന്തോഷത്തോടെ പോയി. മോനെ ആദ്യം പറഞ്ഞത് ബഹുമാനപ്പെട്ട ഉസ്താദിനോടും മുഹമ്മദ് വൈസി ഉസ്താദ് ആദ്യം പറഞ്ഞു, ആലിക്കുട്ടി ഉസ്താദ് പറഞ്ഞു, ഇബ്രാഹിം വൈസി ഉസ്താദ് പറഞ്ഞു. ഓരോ ലക്ഷം 2 ലക്ഷമായി. അവസാനം മുഹമ്മദ് ഉസ്താദിന്റെ ഭാര്യ പറഞ്ഞു, മക്കള് പറഞ്ഞു. ആ കുടുംബം മുഴുവനും ആ സ്ഥാപനത്തിന് വേണ്ടി നൽകി. എത്ര വലിയ ഉദാത്തമായ മാതൃക! ഇതാണ് സമസ്തയുടെ ഉലമാക്കൾ, ഇതാണ് സമസ്തയുടെ ആളുകൾ. അവനവനിൽ നിന്ന് എടുത്തിട്ടങ്ങോട്ട് കൊടുക്കുന്നവർ. അല്ലാഹുവേ, നീ അവർക്ക് ഖൈറ് നൽകണേ അല്ലാ. അല്ലാഹുവേ, ഐശ്വര്യം പ്രദാനം ചെയ്യണേ തമ്പുരാനെ. നന്മ നൽകി അനുഗ്രഹിക്കണേ അല്ലാഹുവേ. സിദ്ദീഖ് തങ്ങൾ 1 ലക്ഷം രൂപ ഖുലൂത്ത് ബീർ. മൊബൈൽ അബൂ സാഹിബ് 1 ലക്ഷം രൂപ. അല്ലാഹുവേ, സ്വീകരിക്കണേ തമ്പുരാനെ. പടച്ചവനെ, ഇതെന്റെ നാവിന്റെ വലുപ്പമല്ല, ഇത് ശംസുൽ ഉലമയുടെ പേര് പറഞ്ഞപ്പോഴുള്ള ബറക്കത്താണ്. ഇത് കണ്ണിയത്ത് ഉസ്താദിന്റെ പേരിന്റെ ബറക്കത്താണ്. അത് കേട്ടാൽ ഇളകാത്ത ഹൃദയമേട്, പതറാത്ത വാക്കുകളേട്. ഇവരുടെ സദക്ക നീ സ്വീകരിക്കണേ അല്ലാഹുവേ. അവരുടെ പൊന്നുമക്കള് ജീവിതത്തിൽ ഏറ്റവും നല്ല നന്മയുള്ള മക്കളാക്കണയല്ല. സമ്പത്തിന് ബറക്കത്ത് നൽകണയല്ല, നന്മ പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കണേ തമ്പുരാനെ. സയ്യിദുനാ മുഹമ്മദ് വആലിഹി വസഹ്ബിഹി അജ്മഈൻ. അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. ധാരാളം ആളുകൾ സദക്ക നൽകിയിട്ടുണ്ട്. ഓരോരുത്തരായി ഒരു 2 പേരും കൂടെ 1 ലക്ഷം രൂപ വെച്ചു. 2 പേർ. അലൈസ മിൻകും റജുലുൻ റഷീദ്. അല്ലാഹു കബൂലാക്കട്ടെ. ഞാൻ വിശ്വാസാനിക്കാണ്. 12 മണിയായി. ഉസ്താദ്മാരൊക്കെ പോയിട്ട് തിരിച്ചു വന്നു. റബ്ബ് സ്വീകരിക്കട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല നന്മ നൽകി അനുഗ്രഹിക്കുമെന്ന്. ധാരാളം ആളുകൾ ദുആ കൊണ്ട് വസിയത്ത് ചെയ്തിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് നമുക്ക് ദുആ ചെയ്യാം. അല്ലാഹു കബൂലാക്കട്ടെ. ഇനി ഇൻഷാ അല്ലാഹ് ഇവിടെ നമുക്ക് പിരിഞ്ഞേക്കാം. 12 മണിയായി. നാളെ പരിപാടിയുള്ളതാണ്. നമ്മുടെ ഉസ്താദുമാർക്കൊക്കെ വിശ്രമിക്കണം. ഞാൻ പറഞ്ഞ ആദ്യത്തിൽ തന്നെ അവസാനിപ്പിക്കുകയാണ്. ലോകാവസാനം വരെ ഈ പടിഞ്ഞാറോട്ട് തിരിഞ്ഞു കിടക്കുമ്പോൾ തുറന്നു കിടക്കുന്ന ജനലിലൂടെ സ്വർഗത്തെ കണ്ട് കിടക്കും. അവസാനം ലോകം അവസാനിക്കും. ലോകം അവസാനിക്കും. മഹിഷറ തുടങ്ങും. എവിടെയാ മഹിഷറ? ബാംഗ്ലൂരില്ല. കണ്ടിട്ട് എനിക്ക് അങ്ങനെ തോന്നുന്നുണ്ട്. എവിടെയാ മഹിഷറ? ഭൂമിയിലാണ്. എവിടെയാണ് മഹിഷറ? വഹാഹുനാ തുഹ്ശറൂൻ. ഫലസ്തീനിന്റെ ഭൂമിയിലേക്ക് വിരൽ ചൂണ്ടിയിട്ട് അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, വഹാഹുനാ തുഹ്ശറൂൻ. ഇവിടെയാണ് നിങ്ങളെ അല്ലാഹു പരലോകത്തിൽ നിന്ന് എഴുന്നേൽപ്പിക്കുന്നതെന്ന് നബിയുനാ റസൂലുള്ളാഹ്. ബൈത്തുൽ മുഖദ്ദസിന്റെ മുമ്പിൽ ഒരു കുബ്ബത്ത് സഹറ ഉണ്ട്. അല്ലാഹുവിന്റെ റസൂല് മിഅ്റാജിന് പോയപ്പോ ചവിട്ടി നിന്ന പാറ, ആ പാറയിൽ കാല് ചവിട്ടി നിന്നിട്ടാണ് ഇസ്രാഫീൽ സൂറെന്ന കാഹളത്തിലൂതുന്നതെന്ന് നബി മുഹമ്മദ് മുസ്തഫ. ഒരത്ഭുതം പറഞ്ഞ രംഗം നോക്ക്. ഞാൻ നിർത്തി 10 മിനിറ്റ്. അപ്പൊ മഹ്ശറ ഭൂമിയിലാണ് അല്ലേ? അല്ലേ? ഉറപ്പിച്ചോളി. യൗമ തുബദ്ദലുൽ അർളു ഗൈറൽ അർളി വസ്സമാവാതു വറസൂലില്ലാഹി വാഹിദുൽ ഖഹാർ. ഈ ഭൂമിയെ ഭൂമിയല്ലാത്തൊരവസ്ഥയിലേക്ക് രൂപാന്തരപ്പെടുത്തും. അപ്പൊ എല്ലാവർക്കും നിൽക്കാൻ പറ്റും. എങ്ങനെ? وأذنت لربها وحقت وألقت ما فيها وتخلت. ഖുർആൻ അടിച്ചു പരത്തും ഈ ഭൂമിയെ. അവിടെ നിങ്ങളെ ഞാൻ പരലോകത്ത് ഹാജരാക്കും. അതുകൊണ്ടാണ് ഫലസ്തീനിന് വേണ്ടി 3 പേര് യുദ്ധം ഉണ്ടായത്. മുസ്ലിമീങ്ങൾ, ജൂതന്മാർ, നസാറാക്കൾ. കാരണം ഫലസ്തീൻ മഹ്ശറയുടെ ഭൂമിയാണ്. അവിടെ ഒത്തിരി ചരിത്രമുണ്ട്. ഇതൊക്കെ പഠിക്കും മനുഷ്യന്മാരെ. ഈ ബാംഗ്ലൂരിൽ വണ്ടർലായും കണ്ടിട്ടാണ് അത് മനസ്സിലാവൂല. അതല്ല അത്ഭുതം. അത്ഭുതം ഫലസ്തീനിലാണ്. അല്ലാഹു ബോധം നൽകട്ടെ. അപ്പൊ മഹ്ശറ ഭൂമിയിലാണ്. സ്വർഗവും നരകവും എവിടെയാ? ദാ കിടക്കണ്ട. എവിടെയാ? ഭൂമിയിലാ. സ്വർഗം ആകാശത്താണ്. ഇത് അഹമ്മദ് കബീറിന്റെ വാക്കല്ല, ഖുർആൻ.
വലഖദ റആഹു നസിലതൻ ഉഖറാ ഇൻദ സിദ്റത്തിൽ മുൻതഹാ ഇൻദഹാ ജന്നത്തുൽ മഅവാ. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മിറാജ് പോയപ്പോ സിദ്റത്തുൽ മുൻതഹയിലെത്തി. ഈ ഭൂമിയിൽ നിന്ന് മുകളിലോട്ട് പോകുന്ന ഒരു സാധനം പരമാവധി എവിടം വരെ എത്തുമോ അതാണ് സിദ്റത്തുൽ മുൻതഹ. അവിടെ എത്തിയാൽ പിന്നെ താഴോട്ടേ വരൂ. അവിടം കടന്ന് മുകളിലോട്ട് പോയ ഒരാളേ ഉള്ളൂ, അതാണ് സറൈത മിൻ ഹറമിൻ ലൈലൻ ഇലാ ഹറമി കമാ സറൽ ബദറു ഫീ ദാജിൻ മിനൽ ഉലമി. ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ ആ സിദ്റത്തുൽ മുൻതഹ മുകളിലാണ്. ഇൻദഹാ ജന്നത്തുൽ മഅവാ, അവിടെയാണ് ജന്നത്തുൽ മഅവ എന്ന സ്വർഗമുള്ളത്. അപ്പൊ സ്വർഗം മുകളിലാണ്. അപ്പൊ നിങ്ങളൊന്ന് ചിന്തിക്കും മനുഷ്യന്മാരെ, ഇതാണ് നമ്മുടെ കൺക്ലൂഷൻ. മഹിഷറ ഭൂമിയിൽ സ്വർഗവും നരകവും ആകാശത്ത്. അപ്പൊ മഹിഷറയിൽ ഹിസാബ് കഴിഞ്ഞാൽ ഒന്നുകിൽ സ്വർഗത്തിൽ പോണം, അല്ലെങ്കിൽ നരകത്തിൽ പോണം. അപ്പൊ എങ്ങനെയാ കീഴന്ന് നേരെ മേപ്പോട്ട് പോവോ, അല്ല മേപ്പിലിരിക്കുന്ന സ്വർഗം നമ്മുടെ അടുത്തേക്ക് താഴോട്ട് വരൂ? എന്താ നടക്കുക? മേപ്പോട്ട് പോകും? അല്ല, ഇവിടെയാണ് സമസ്തയുടെ പ്രത്യേകത. എന്താ ചെയ്യുക? ഈ സ്വർഗം നിന്നെ തേടി വരുമെന്ന്, ഈ സ്വർഗം നിന്നെ തേടി വരുമെന്ന് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. പൊന്നുമോനെ ചെറുപ്പക്കാരാ, നീ സ്വർഗത്തിലേക്കല്ല, നീ എവിടെ നിൽക്കുന്നു അവിടേക്ക് സ്വർഗം നിന്നെ തേടി വരുമല്ലോ. വൗസിലിഫത്തിൽ ജന്നത്തുൽ മുത്തഖീന ഗൈറ ബഈദ് ഹദാ മാ തുഅദൂന ലികുല്ലി അവ്വാബിൻ ഹഫീൽ. വൗസിലിഫത്തിൽ ജന്ന, ആ സ്വർഗത്തെ വലിച്ചുകൊണ്ടുവരും മുത്തഖീന, മുത്തഖീങ്ങളുടെ അടുക്കലേക്ക്. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അവനവൻ നിൽക്കുന്നിടത്തേക്ക് സ്വർഗത്തിനെ വിളിച്ചു കൊണ്ടുവരാൻ കഴിയുന്ന മുത്തഖിയാവണം. നരകം അങ്ങനെ തന്നെ, നിന്റെ അടുക്കലേക്ക് നരകം വരും എന്നല്ലേ ഖുർആൻ പറഞ്ഞത്. വജീഅ യൗമഇദിൻ ബിജഹന്നമ യൗമഇദിൻ യതദക്കറുൽ ഇൻസാനു വഅന്നാ ലഹു ദിക്റാ. നരകം നിന്റെ അടുക്കലേക്ക് പാഞ്ഞെടുത്തു വരും. അല്ലാഹുവേ, അവനവൻ നിൽക്കുന്നിടത്തേക്ക് സ്വർഗത്തെ കൊണ്ടുവരാൻ കഴിയുന്ന മുത്തഖീങ്ങളിൽ പെടുത്തണേ അല്ലാഹു തൗഫീഖ് നൽകട്ടെ. മുത്തുനബി പറഞ്ഞല്ലോ, 3 പേരെ സ്വർഗം ആഗ്രഹിക്കുകയാണ്. ഒന്നെന്റെ അമ്മാറിനെയാണ്. അമ്മാറിനെ സ്വർഗം ആഗ്രഹിക്കുകയാണ്. നമ്മൾ സ്വർഗത്തെ ആഗ്രഹിക്കുകയാണ്. ഇതാണ് കടികാരത്തിന്റെ സൂചി പുറകോട്ട് നടക്കണം. ആവണം നമ്മൾ. എല്ലാ തകരും സഹോദരങ്ങള്, എല്ലാ തകർന്നു പ്രണയവും ദുഃഖവും വല്ലായ്മകളും വഴക്കും പിണക്കവും ചൊല്ലിപ്പകർത്തും കവിതയും കൊച്ചു കൈത്തണ്ട ഭിന്നിച്ച കൊച്ചു കടികാരമന്ത്രവും. കടികാരത്തിന്റെ സൂചി നിന്നല്ലോ, ഞാൻ മരിച്ചല്ലോ, മരിച്ചറയിൽ ഞാൻ പോയല്ലോ, ഇനി എനിക്കാരുമില്ലല്ലോ. സ്വർഗത്തെ തന്നിലേക്ക് വലിച്ചു കൊണ്ടുവരുന്ന മുത്തഖീങ്ങൾ അല്ലാഹു നമ്മളെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. കത്തിക്കാളുന്ന നരകത്തിൽ നിന്ന് അല്ലാഹു നമ്മളെ കാക്കുമാറാകട്ടെ. എന്താ നരകം? അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. ഇതിനെ പേടിച്ചിട്ടാണ് സമസ്തയുടെ ഉലമാക്കൾ ജീവിച്ചത്, ബഹുമാനപ്പെട്ട കാളമ്പാടി ഉസ്താദ് ജീവിച്ചത്. അതുകൊണ്ടാണ് പെരിന്തൽമണ്ണ അങ്ങാടിയിൽ ബസ്സിറങ്ങിയിട്ട് അവിടെ നിന്നെടുത്ത് ബസ്സിൽ ജാമ്യയിലേക്ക് പോയത്. കാറ് മേടിച്ചു കൊടുക്കാൻ സമസ്ത പരമദരിദ്ര സംഘടനയായതുകൊണ്ടല്ല, ഒന്ന് പറഞ്ഞാൽ മേടിച്ചു കൊടുക്കാൻ ആളില്ലാത്തത് കൊണ്ടല്ല. പക്ഷേ സൗഭാഗ്യങ്ങൾ അവരുടെ അടുക്കലേക്ക് വൗസിലിഫത്തിൽ ജന്നത്തുൽ മുത്തഖീന ഗൈറ ബഈദ്, അവരുടെ അടുക്കലേക്ക് സ്വർഗത്തിന്റെ ആഡംബരങ്ങൾ വരുന്നെടുങ്ങാത്തവര് നടന്നുപോയി. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ആരുടെ അടുക്കലേക്കാ സ്വർഗം വരിക? അതെല്ലാവർക്കും വരൂല. ദുനിയാവിലെ സുൽത്താനാവാൻ ആർക്കും കഴിയും, ആഖിറത്തിന്റെ സുൽത്താനാവാൻ എല്ലാവർക്കും കഴിയില്ല. പറഞ്ഞ മനസ്സിലായോ? അത് അംബാനിക്കും കഴിയും, അത് അംബാനിക്കും കഴിയും. പക്ഷേ പൊന്നുമോനെ, എല്ലാം തകരുകയാണ്, എല്ലാ സമാധാനവും നഷ്ടപ്പെടുകയാണ്. അതുകൊണ്ടാണ് അമിതാഭ് ബച്ചൻ പോലും പറഞ്ഞത്, സമാധാനത്തിന് ഞാൻ ഖുർആനിനെ പരതുകയാണ്. ഇപ്പൊ മാഗി നിരോധിച്ചതിന് മുമ്പേ പറഞ്ഞതാ, ഇപ്പോഴാ കേസി കുടുങ്ങിയത്.
ദുനിയാവിലെ സുൽത്താനാവാൻ ആർക്കും കഴിയും. ആഖിറത്തിന്റെ സുൽത്താനാവണമെങ്കിൽ 2 നിബന്ധനയുണ്ട്. എന്താ? അതുണ്ടായിരുന്ന സിഫത്ത് സമസ്തയുടെ ആലിമ്യങ്ങൾക്കുണ്ടായിരുന്നു എന്ന് ചരിത്രം ഇന്നുവരെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. നാളെ രേഖപ്പെടുത്തി. 2 സിഫത്തെ ഖുർആൻ പറഞ്ഞിട്ടുള്ളൂ. സ്വർഗത്തിന്റെ ആഡംബരം അവർക്ക് ഇങ്ങോട്ട് വരും. അവർക്ക് വാഹനം വേണ്ട, അവർക്ക് പിന്നെ വേണ്ടതെന്താ? പറക്കും ശരീരത്തിലുണ്ട് കാറെടുക്കണ്ട, നീ കരുതിയാൽ മതി പായുമേ പറയണ്ട. സ്വർഗത്തിലൊരു വാഹനമുണ്ട്, അതിൽ കയറിയിരുന്നിട്ട് എവിടെ പോകണമെന്ന് ചിന്തിച്ചാൽ മതി. 1001 രാവികളിലെ വാഹനം പോലെ ആ വാഹനം നിന്നെയും കൊണ്ട് പറക്കുമെന്ന് വിശുദ്ധ ഖുർആൻ. ആ വാഹനം അവിടെ തേടി വരും. അതുകൊണ്ടാണ് പെരിന്തൽമണ്ണ അങ്ങാടിയിൽ ഇറങ്ങിയിട്ട് കയ്യിൽ വടിയും കുത്തിപ്പിടിച്ചിട്ട് ജാമ്യയിലേക്ക് നടന്നു പോയത്. അല്ലാഹു സ്വീകരിക്കട്ടെ, അല്ലാഹു സ്വീകരിക്കട്ടെ. കാരണം എന്തെന്നറിയുമോ? 2 സിഫത്ത് വേണം. ഒന്ന്, മൻ ഖശിയർ റഹ്മാന ബിൽഗൈബ്, പടച്ചറപ്പിനെ അല്ലാതെ പേടിക്കാൻ പാടില്ല. പടച്ചറപ്പിനെ അല്ലാതെ പേടിക്കാൻ പാടില്ല. കാദിയാനികളുമായി സംവിധാനം നടത്തുമ്പോ, ക്രൈസ്തവരുമായി സംവാദം നടത്തുമ്പോ എങ്ങനെയാണ് ശംസുലുലമയെ പറയാതെ പോവുക? ക്രൈസ്തവ പാതിരി ചോദിച്ചില്ലേ, മരിച്ചവരെ ജീവിപ്പിക്കുമായിരുന്നുവല്ലോ ബനു ഇസ്രായേലിലെ പ്രവാചകന്മാർ, നിങ്ങളുടെ പണ്ഡിതന്മാര് ബനു ഇസ്രായേലിലെ പ്രവാചകന്മാരുടെ പിൻതലമുറക്കാരാണെന്നല്ലേ പറഞ്ഞത്? എന്നാൽ മരിച്ചുപോയ ആളുകളെ ജീവിപ്പിക്കുമായിരുന്നുവല്ലോ ബനു ഇസ്രായേലിലെ പ്രവാചകന്മാര്. നിങ്ങൾക്കാർക്കെങ്കിലും മരിച്ചുപോയവരെ ജീവിപ്പിക്കാൻ പറ്റുമോ? സംവാദ നഗരി നിറഞ്ഞു ആയിരങ്ങൾ. ക്രൈസ്തവ പാതിരി ചോദിച്ചു, പണ്ഡിതന്മാർ ബനു ഇസ്രായേലിലെ പ്രവാചകന്മാർ അനന്തരാവകാശികളാണെന്നല്ലേ? അതെ. എന്നാൽ ബനു ഇസ്രായേലിലെ പ്രവാചകന്മാർ മരിച്ചവരെ ജീവിപ്പിച്ചിട്ടുണ്ട്, നിങ്ങൾ അവരെ പിന്തുടച്ച അവകാശക്കാരാണ്, ജീവിപ്പിക്കാൻ പറ്റുമോ? ആരോടാ ചോദ്യം? ആരോടാ ചോദ്യം? ചോദ്യം ശംസുലുലമയോടാണ്. ആളുകളെ പകച്ചുപോയി. ശംസുലുലമ നവ്വറല്ലാഹു മർക്കദ പറഞ്ഞു, അതിനെന്താ കഴിയൂല്ലോ, മയ്യത്ത് കൊണ്ടുവാ, മയ്യത്ത് കൊണ്ടുവാ. ആളുകൾ പേടിച്ചു പറച്ചുപോയി. ഏതായാലും മയ്യത്ത് കൊണ്ടുവന്നില്ല. ഇറങ്ങാൻ നേരത്ത് ആളുകൾ ചോദിച്ചു, മുൾമുനയിൽ നിർത്തിക്കളഞ്ഞല്ലേ, എന്തൊരു പറച്ചിലാണത്? മയ്യത്ത് കൊണ്ടുവരാൻ പറഞ്ഞാൽ, അയാൾ കൊണ്ടുവന്നാൽ നിങ്ങൾ എങ്ങനെയാണ് ജീവിപ്പിക്കുക? ആ സമയത്താണ് ശംസുലുലമ നവ്വറല്ലാഹു മർക്കദ ഇങ്ങനെ പറയാനൊരു ചരിത്രം കേരളത്തിൽ ഇന്നില്ല സഹോദരങ്ങളെ. ഇത് ശംസുലുലമക്ക് മാത്രം സ്വന്തം. മഹാനവറുകൾ പറഞ്ഞു, ഒരു കാര്യം എനിക്കുറപ്പാ, അല്ലാഹു സുബ്ഹാനഹു വ തആല മരിക്കുന്നത് വരെ അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ഹക്കായ ദീൻ പറയാനാണ് ഞാൻ വന്നത്. അവിടെ നിന്ന് പിരിയുന്നത് വരെ ഒരു ഡെഡ് ബോഡി അവന് കിട്ടുകയില്ല എന്ന കാര്യം എനിക്കുറപ്പാ. അതിനുള്ള തൗഫീഖ് അല്ലാഹുവിന് കൊടുക്കില്ല. ഒരു ഡെഡ് ബോഡി കിട്ടണ്ടേ സംവാദം തീർന്നതിനിപ്പുറം? അത് കിട്ടൂല എന്ന് എനിക്കുറപ്പാ. അതല്ല അങ്ങനെ എങ്ങാനും ഒരു ഡെഡ് ബോഡി പാതിരിക്കല്ല കൊടുത്താൽ ആ മയ്യത്തിനെ ജീവിപ്പിക്കാനുള്ള തൗഫീഖ് എന്റെ റബ്ബെനിക്ക് തരുമെന്നുള്ള കാര്യം ഉറപ്പാ. കാരണം റബ്ബല്ലേ പറഞ്ഞത്, വകാന ഹക്കൻ അലൈനാ നസ്റുൽ മുഅ്മിനീൻ. അല്ല പറഞ്ഞില്ലേ, സത്യവിശ്വാസികളെ സഹായിക്കൽ എന്റെ കടമയാണെന്ന്. ഞാൻ ഈമാനുള്ള മുഅ്മിനാണെന്ന് പറയാൻ എനിക്ക് കഴിയുമെന്ന് ഇന്ന് ലോകത്ത് ജീവിച്ചിരിക്കുന്ന ഒരു നേതാവിനാണ് പറയാൻ കഴിയുക. നാളെ പരലോകത്ത് റബ്ബിനോട് പറയാൻ കഴിയില്ലേ? മുഅ്മിനാണെന്ന് ലോകത്തിന്റെ മുമ്പിൽ ഉറക്കെ പറഞ്ഞ ഒരു നേതാവിന്റെ പേരിലാണ് നമ്മൾ ഒരുമിച്ച് കൂടിയത്. ബഹുമാനപ്പെട്ട ശംസുൽ ഉലമാ അല്ലാഹു മർക്കദ. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഏടാ ആൺകുട്ടിക്കൊണ്ടോട് ചരിത്രം. അതുകൊണ്ടാണ് ഞാൻ ആദ്യം പറഞ്ഞത്, കൽബ് തുറന്നാൽ മുൻവിധിയില്ലെങ്കിൽ കയറും ഇതിലേക്ക്. ഇത് പറയണമെങ്കിൽ അല്ലാഹുവിന്റെ വിലായത്തും കറാമത്തുള്ളവർക്ക് പറ്റും. ഖാദിയാനിയുടെ വക്കീൽ ചോദിച്ചു, ശംസുലുലമയുടെ നിങ്ങൾക്ക് വക്കീലില്ലേ? ശംസുലുലമ പറഞ്ഞു, എനിക്കുണ്ടല്ലോ വക്കീൽ. ആരാ നിങ്ങളുടെ വക്കീൽ? ഹസ്ബുനല്ലാഹു നിഅമൽ വക്കീൽ. ഹസ്ബുനല്ലാഹു നിഅമൽ വക്കീൽ. എന്റെ വക്കീൽ എന്റെ റബ്ബാണ്. അതിന് നല്ല വക്കീൽ മറ്റൊരാൾക്കില്ലല്ലോ. ഈ മഹാനാണ്. ഞാൻ അവസാനിപ്പിക്കുന്നു. ശംസുലുലമയുടെ നഗരിയിൽ ശംസുലുലമയെ പറഞ്ഞ് ഞാൻ നിർത്തുന്നു. പാപി ഞാൻ, പാപത്തിൽ കഴിഞ്ഞവൻ ഞാൻ. മഹാനവറുകളുടെ സ്മൃതി സ്മരണകളിൽ ഗദ്ഗദ കണ്ടതനായി നിർത്തുകയാണ്. ഈ മഹാനാണ് മരിക്കുന്ന നേരം ആളുകളോട് പറഞ്ഞ് യാസീൻ ഓതിക്കോ,
സക്കറാത്തിന്റെ വേദനയിലാണ് യാസീൻ ഓതി. യാസീൻ കഴിഞ്ഞപ്പോ പള്ളിയിൽ ബാങ്ക് വിളിച്ചു. മുഅദ്ദിൻ ബാങ്ക് വിളിച്ചപ്പോ ഓരോ വാക്കിനും മറുപടി പറഞ്ഞു. അവസാനം ബാങ്കിന്റെ അവസാനത്തെ പദമെത്തി. ബാങ്കിന്റെ അവസാനത്തെ പദം ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഉറക്കെ പറഞ്ഞു ലാ ഇലാഹ ഇല്ലല്ലാഹ്. പിന്നെ ആ നാവ് കൊണ്ട് വേറൊരു വാക്ക് പറഞ്ഞിട്ടില്ല. ഇത് താബീങ്ങളുടെ കഥയല്ല, ഇത് സഹാബത്തിന്റെ കഥയല്ല. ഇതാണ് മഹാനായ ശംസുൽ ഉലമയുടെ വഫാത്ത്. വആഖിറു അൽഫാളിൽ അദാനി മുഖാരിനു ബിഔഫാസിഹിൽ ഖുറൽ ലതീ ലം തുആകബി. ഈ മഹാവടവൃക്ഷത്തിന്റെ ചുവട്ടിൽ ഒരുമിച്ച് നിൽക്കി അള്ളാഹു മരിക്കുന്ന സമയത്ത് ഈ മഹാഭാഗ്യം അള്ളാഹു നൽകി അനുഗ്രഹിക്കട്ടെ. ഈ ഭാഗ്യം സമസ്തയുടെ പുറകിൽ ഒരുമിച്ച് നിന്ന പച്ച കാക്കാമാർക്ക് പോലും അള്ളാഹു നൽകിയിട്ടുണ്ട്. കെലിമ പറഞ്ഞു മരിക്കാനുള്ള അവസരം അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഞാൻ പറയുന്നു, സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ പുറകിൽ ഇഖ്ലാസോടെ നമ്മൾ പ്രവർത്തിക്കുന്നത് ഇൻഷാ അല്ലാഹ് ഈ ഒരു മഹാഭാഗ്യത്തിനാവണം. ദുനിയാവിന്റെ ഒരു കാര്യവും നമ്മുടെ മുമ്പിൽ ഉണ്ടാവരുത്. സമസ്ത എന്ന വടവൃക്ഷത്തിന്റെ തണലിന്റെ കീഴിൽ ബംഗളൂരുകാരോട് ആ മഹാഭാഗ്യം നിങ്ങളുടെ മുമ്പിലാണ്. ഞാനിതൊരു മുൻവിധിയോടെ പറയലല്ല, ഇത് വാടകയ്ക്കെടുത്ത ഒരു നാവുമല്ല. ഞാൻ എന്റെ പറയാനുള്ളതൊക്കെ ലോകത്തിന്റെ മുമ്പിൽ ആർജവത്തോടെ വിളിച്ചു പറയാൻ ധൈര്യമുള്ള ഒരാളാണ്. കാരണം അത് ശംസുൽ ഉലമയുടെ 100 പകർന്നു തന്ന ധൈര്യമാണ്. അള്ളാഹു ധൈര്യത്തെ നിലനിർത്തി തരട്ടെ. അല്ല ഞാനൊക്കെ എന്നെ വാത് നിർത്തിയിട്ട് പോയാൽ ഈ വിമർശനം അപവാദമൊക്കെ കേൾക്കുമ്പോ ഇല്ല, എല്ലാ അപർശങ്ങളും അപവാദങ്ങളും ഉള്ളപ്പോഴാണ് നന്നായിട്ട് നടക്കുക. ചെറുശ്ശേരി ഉസ്താദിന്റെ അടുക്കൽ പോയിട്ട് ഞാൻ പറഞ്ഞു, ഉസ്താദെ ശത്രുക്കൾ കൂടുതൽ ഏതൊരു ദിക്ർ പറഞ്ഞു തരാൻ. ചെറുശ്ശേരി ഉസ്താദ് പറഞ്ഞു, ബാക്കവി ശത്രു ഇല്ലെങ്കിൽ 100 രൂപ കൊടുത്തിട്ടൊരു ശത്രുവിനെ വാങ്ങണം, എന്നാലേ നമുക്ക് ജീവിക്കാൻ പറ്റുള്ളൂ. ചെറുശ്ശേരി ഉസ്താദ് എന്നോട് ചെറുശ്ശേരി ഉസ്താദ് അങ്ങനെ പറയൂ, 100 രൂപ കൊടുത്ത് വാങ്ങിക്കണം, ശത്രു ഉണ്ടെങ്കിലേ നമുക്ക് ജീവിക്കാൻ. പോകുന്ന വഴിക്കൊക്കെ ആളുകൾ കൈമുത്തിയാൽ ആ ജീവിതത്തിനൊരു സുഖം ഉണ്ടാവില്ല. എറിയാൻ ആളുകൾ ഉണ്ടാവണം. സമസ്ത ആ പാതയിലൂടെയാണ് വളർന്നത്. നിങ്ങൾ ചിന്തിച്ചു. പക്ഷെ ഒരു കാര്യം ഉറപ്പാണ്, അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിന് ശേഷം ബുദ്ധിയുള്ളവരെ കേട്ട് മനസ്സിലാക്കിക്കൊള്ളുക. ശുജായി പറഞ്ഞതുപോലെ ബുദ്ധി കൂർമ്മതയുള്ളവർക്ക് അല്പമാത്രം പോരെ. ഇസ്ലാമിന്റെ ഉള്ളിൽ നിന്നുകൊണ്ട് ഇസ്ലാമിനെ തകർക്കാൻ വന്ന ഭരണകൂടത്തിന്റെ സമ്പത്തിന്റെ അധികാരത്തിന്റെ പിന്തുണയുണ്ടായിട്ടും നിലനിന്നു പോയ മുഴുവൻ സംഘടനകളും മുഅ്തസിലിയാക്കൾ, ഖവാരിജികൾ ഇവരൊക്കെ തകർന്നു പോയത് ഭൂകമ്പം വന്നിട്ടല്ല, ബോംബ് പൊട്ടിയിട്ടല്ല, അവർ തമ്മിലടിച്ചാണ് പിളർന്ന് തകർന്നു പോയത് എന്നത് ഇതേവരെയുള്ള ചരിത്രമാണെങ്കിൽ ഇൻഷാ അല്ലാഹ് അഹ്ലു സുന്നത്ത് വൽ ജമാഅത്തിന് എതിരെ നിൽക്കുന്ന മുഴുവനും തമ്മിലടിച്ചല്ലാതെ പിളരുകയില്ല. അതിന്റെ അവസരങ്ങളാണ് ചുറ്റുപാടുകളും നമ്മൾ കേൾക്കുന്നത് എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് ശുജായി പറഞ്ഞതുപോലെ ബുദ്ധി കൂർമ്മതയുള്ളവർക്ക് അല്പം മാത്രം മതി, അല്പം മാത്രം മതി. അൽ അഖിലു തക്വീഹി അൽ ഇഷാറ. അല്ലാഹു സുബ്ഹാനഹു വ തആല സമസ്ത കേരള ജമിയത്തുൽ ഉലമ ഇന്ന് പാണക്കാട് തങ്ങൾ എന്തു പറഞ്ഞു, കോയക്കുട്ടി ഉസ്താദ് എന്തു പറഞ്ഞു, ആ വാക്കിന്റെ കീഴിലാണ് SYS-ഉം SKSSF-ഉം. അവസരങ്ങളില്ല, അസ്വസ്ഥതകളില്ല. ധീരോത്താമത്തമായ പണ്ഡിത നേതൃത്വത്തിന്റെ കീഴിൽ സമർക്കത്തിൽ വീരേതിഹാസം കുറിച്ച് ബംഗളൂരുവിൽ ഇൻഷാ അല്ലാഹ് അടുത്ത ഇതിഹാസത്തിന് തുടക്കം കുറിക്കുന്നു. അള്ളാഹു ഇതിന് അവസാനം വരെ ഈ തണലിൽ ജീവിക്കാൻ നമ്മൾ പോവുക. അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. സമസ്ത എന്ന വടവൃക്ഷത്തിന്റെ ആരെ എഴുന്നേക്കാൻ നമുക്ക് ദുആ ചെയ്ത് പിരിയാം. സമസ്ത എന്ന വടവൃക്ഷത്തിന്റെ കീഴിൽ ചില്ലക്കൊമ്പിൽ കൂടുകൂട്ടിയ ഒരു കൊച്ചു അടയ്ക്കാക്കുരുവിയാണ് ഞാൻ. ആ അടയ്ക്കാക്കുരുവി അതിന്റെ തണലിൽ ഇങ്ങനെ പിച്ച വെച്ച് പറക്കുകയാണ്. സമസ്തയ്ക്ക് എന്നെ കൊണ്ട് ഒരു നേട്ടവുമില്ല, എനിക്ക് സമസ്തയെ കൊണ്ടാണ് നേട്ടമുണ്ടായത്. ആ തണൽ അല്ലാഹു അവസാനം വരെ നിലനിർത്തി അനുഗ്രഹിക്കുമാറാകട്ടെ റബ്ബ് സുബ്ഹാനഹു വ തആല. അതുകൊണ്ട് ഈ മഹാഭാഗ്യത്തെ നിങ്ങൾ ഏറ്റെടുക്കണം. നാളെ കേരളത്തിൽ നിന്ന് ബസ്സുകളും നമ്മുടെ ഡെലിഗേറ്റ്സുകളും ഒക്കെ എത്തും. എല്ലാവരെയും